നമ്മുടെ ചിന്തയ്ക്കായിട്ട് യോശുവയുടെ പുസ്തകം 3-ാമത്തെ അധ്യായം നമുക്കതിലേക്ക് തിരിയാം. ചില വാക്യങ്ങൾ ഒരുമിച്ച് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. യോശുവയുടെ പുസ്തകം 3-ാമത്തെ അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ആദ്യം വായിക്കാം. അതിനുശേഷം നമുക്ക് ചില കാര്യങ്ങൾ ഒരുമിച്ച് ചിന്തിക്കാം. ദൈവം തൻ്റെ വചനത്തിലൂടെ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ ഓരോരുത്തർക്കും ഇവിടെ ഇരിക്കാം. എന്നെ ഇവിടെ ക്ഷണിച്ചവരോടുള്ള പ്രത്യേക നന്ദി ഈ സമയത്ത് ഞാൻ അറിയിക്കുന്നു. ഇവിടെ നിൽക്കാൻ യോഗ്യത എനിക്കൊന്നുമില്ല, കർത്താവിൻ്റെ ക്രൂശ് ഒന്ന് മാത്രം, അതിൽ മാത്രം ഞാൻ ഇന്ന് രാത്രി പ്രശംസിക്കട്ടെ. യോശുവയുടെ പുസ്തകം 3-ാമത്തെ അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. അനന്തരം യോശുവ അതികാലത്ത് എഴുന്നേറ്റു. അവനും ഇസ്രായേൽ മക്കളെല്ലാവരും ശിത്തീമിൽ നിന്നും പുറപ്പെട്ട് യോർദാൻ അരികെ വന്ന് മറുകര കടക്കും മുമ്പേ അവിടെ താമസിച്ചു. 3 ദിവസം കഴിഞ്ഞിട്ട് പ്രമാണികൾ പാളയത്തിൽ കൂടി നടന്ന് ജനത്തോട് കൽപ്പിച്ചതെന്തെന്നാൽ, നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നിയമപെട്ടകത്തെയും അതിനെ ചുമക്കുന്ന ലേവ്യരായ പുരോഹിതന്മാരെയും നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ സ്ഥലം വിട്ട് പുറപ്പെട്ട് അതിൻ്റെ പിന്നാലെ ചെല്ലണം. എന്നാൽ നിങ്ങൾക്കും അതിനിടയിൽ 2000 മുഴം അകലമുണ്ടായിരിക്കണം. അതിനോട് അടുക്കരുത്. അങ്ങനെ നിങ്ങൾ പോകരുന്ന വഴി അറിയും. ഈ വഴിക്ക് നിങ്ങൾ മുമ്പേ പോയിട്ടില്ലല്ലോ. 4-ാമത്തെ വാക്യം പറയുന്നു, എന്നാൽ നിങ്ങൾക്കും അതിന് എന്ന് പറഞ്ഞാൽ പെട്ടകത്തെക്കുറിച്ചാണ് പറയുന്നത്. അതിനും ഇടയിൽ 2000 മുഴം അകലമുണ്ടായിരിക്കണം. അതിനോട് അടുക്കരുത്. അങ്ങനെ നിങ്ങൾ പോകേണ്ട വഴി അറിയും. പിന്നെയുള്ള വാക്യങ്ങളാണ് എൻ്റെ ശ്രദ്ധയെ പിടിച്ചു പറ്റിയത്. ഈ വഴിക്ക് നിങ്ങൾ മുമ്പേ പോയിട്ടില്ലല്ലോ. ഈ വഴിക്ക് നിങ്ങൾ മുമ്പേ പോയിട്ടില്ലല്ലോ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, നിന്റെ വചനത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഇന്ന് കർത്താവെ, അടിയനെ ക്രൂശിൻ്റെ മറവിൽ നിർത്തണം. നീ തന്നെ നിന്റെ ജനത്തോട് സംസാരിക്കണം. മനുഷ്യൻ്റെ വാക്ക് കേൾക്കുവാൻ ഒരു മനുഷ്യനും ഇവിടെ വന്നിട്ടില്ല. കർത്താവെ, നീ തന്നെ ഹൃദ്യമായി ഞങ്ങൾ ഓരോരുത്തരോടും നീ സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാരോട് നീ സംസാരിച്ചപ്പോൾ അവരുടെ ഹൃദയം കത്തി എന്ന് ഞങ്ങൾ വായിക്കുന്നു. അതേ അനുഭവത്തിലൂടെ ഇവിടുന്ന് കടന്നു പോകുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ പുത്രൻ തന്നെ മഹത്വം എടുക്കണം. യേശു മുഖാന്തരം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. യോശുവയോട് ദൈവം വന്ന് പറയുന്ന വാക്കുകളാണ് നാം ഇപ്പോൾ വായിച്ചത്. യോർദാന്റെ മുമ്പേ അങ്കിള് മുമ്പേ പറഞ്ഞു നിർത്തിയ ആ ഭാഗത്തിന്റെ ബാക്കി എങ്ങനെ അത് തന്നെ എടുത്തു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും അതിന്റെ ബാക്കി പറഞ്ഞ് ഇന്നത്തെ ദൈവവചന ശുശ്രൂഷ അവസാനിപ്പിക്കാൻ എന്ന് ഞാൻ ചിന്തിച്ചു. ധ്യാനത്തിനിടയിൽ അങ്കിള് പറഞ്ഞു, ചെങ്കടലിലൂടെ ദൈവം നടത്തി, എന്നാൽ ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്നത് യോർദാന്റെ മുമ്പിലാണ്. യോർദാന്റെ മുമ്പിൽ നിൽക്കുന്ന യോശുവയോടും ഇസ്രായേൽ മക്കളോടും യഹോവയായ ദൈവം പറയുകയാണ്, നിങ്ങൾ ഈ വഴിക്ക് മുമ്പേ പോയിട്ടില്ലല്ലോ. യു ഹാവന്റ് ബീൻ ദിസ് വേ ബിഫോർ. നിങ്ങൾ കടക്കാത്തത്, നിങ്ങൾ ഒരിക്കലും സഞ്ചരിക്കാത്ത ഒരു യാത്ര അല്ലെങ്കിൽ ഒരു വഴിയോടാണ് നിങ്ങൾ ഇപ്പോൾ സഞ്ചരിക്കുന്നത്. ഇതിനു മുമ്പ് നിങ്ങൾ ഈ വഴിക്ക് പോയിട്ടില്ല. നമ്മുടെ ജീവിതത്തിലേക്ക് നാം നോക്കുമ്പോൾ പുതിയ വഴികൾ ഇഷ്ടപ്പെടാത്തവരാണ് നാം. അതായത് പ്രായം കൂടുന്തോറും പുതിയ വഴികൾ നാം കൂടുതൽ വെറുക്കും. അതിന് ചില ഉദാഹരണങ്ങൾ പറഞ്ഞ് ദൈവവചനവുമായിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നാട്ടിൽ 4 വർഷം മുമ്പാണ് വന്നത്. അപ്പോൾ വൈകുന്നേരങ്ങളിൽ യോഗത്തിന് പ്രസംഗിക്കാൻ പോകുമ്പോൾ ചില സ്ഥലങ്ങളൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാൻ എൻ്റെ ഗൂഗിൾ മാപ്പ് എടുത്തിട്ട് അത് വെച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ പല സ്ഥലങ്ങളിൽ പോകുന്നത്. എന്നാൽ ചില ജംഗ്ഷനിൽ വരുമ്പോൾ ഈ ഗൂഗിൾ മാപ്പ് എന്നോട് പറയും വലത്തോട്ട് തിരിയണം. ഈ വലത്തോട്ട് തിരിയണമെന്ന് മാപ്പ് പറയുന്നുണ്ടെങ്കിലും എനിക്കറിയാവുന്ന വഴി നേരെയാണ്. എനിക്ക് വലത്തോട്ടുള്ള വഴി അറിഞ്ഞുകൂടാ, ഞാൻ പോയിട്ടില്ല ആ വഴി. അതുകൊണ്ട് വലത്തോട്ട് തിരിയണമെന്ന് മാപ്പ് പറയുന്നുവെങ്കിലും ഞാൻ നേരെ പോകത്തുള്ളൂ. കാരണം എന്താണ്? എനിക്ക് ആ വഴി അറിയാം, വലത്തോട്ടുള്ള വഴി അറിഞ്ഞുകൂടാ. എങ്ങനെയെങ്കിലും ഞാൻ യോഗ സ്ഥലത്ത് ചെല്ലും. യോഗ സ്ഥലത്ത് പ്രസംഗിച്ചെല്ലാം കഴിയുമ്പോൾ അച്ഛനോട് ചോദിക്കും, മോൻ ഏത് വഴിയാ വന്നത്? അപ്പോൾ ഞാൻ പറയാം, അച്ഛൻ ഞാൻ ഇന്ന വഴിയാവാം. എന്നോട് പറയും, എന്തിനാ വഴി വന്നത്? ആ വഴി അല്ലായിരുന്നു എളുപ്പം. എന്നിട്ട് അടുത്ത 15 മിനിറ്റ് തിരിച്ചു പോകേണ്ട വഴി എങ്ങനെയെന്ന് എനിക്ക് പറഞ്ഞു തരും. സമയമെടുത്ത് ഈ ജംഗ്ഷനിൽ വലത്തോട്ട് തിരിയണം, ഇടത്തോട്ട് തിരിയണം എന്നൊക്കെ പറഞ്ഞ് സമയമെടുത്ത് എനിക്ക് തിരിച്ചു പോകേണ്ട വഴി പറഞ്ഞു തരും. പക്ഷെങ്കിൽ ഇതെല്ലാം ക്ഷമയോടെ ഞാൻ കേൾക്കുമെങ്കിലും തിരിച്ചു വണ്ടിക്കകത്ത് കയറി കഴിഞ്ഞാൽ ഞാൻ പോയ അതേ വഴിയെ ഞാൻ തിരിച്ചു വരത്തുള്ളൂ. കാരണം എന്താ? നമുക്ക് പുതിയ വഴികൾ ഇഷ്ടമല്ല. അത് നമ്മുടെ പ്രത്യേകതയാണ്. ഞാനൊരു ചെറുപ്പക്കാരനായതുകൊണ്ടും പല സ്ഥലങ്ങളിൽ ഞാൻ മീറ്റിങ്ങിൽ പ്രസംഗിക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു പള്ളിക്കകത്ത് പ്രസംഗിക്കാൻ പോകുമ്പോൾ ഞാൻ സാധാരണ ചെയ്യുന്നത് ആദ്യത്തെ ബെഞ്ചിൻ്റെ ആദ്യത്തെ സീറ്റിലിരിക്കും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ
അച്ഛൻ വിളിച്ചാൽ ഉടനെ ബുദ്ധിമുട്ടാതെ മുമ്പോട്ട് ചെല്ലണം. അതുകൊണ്ട് ഞാൻ അവിടെ വന്നിരിക്കും. നേരത്തെ ഞാൻ വരുന്ന എനിക്കൊരു സ്വഭാവമുണ്ട്, നേരത്തെ വന്ന് ഞാൻ അവിടെ ഇരിക്കും. എന്നാൽ പലപ്പോഴും സംഭവിക്കുന്നത്, ഞാൻ അവിടെ ഇരുന്ന് കഴിയുമ്പോൾ ആരെങ്കിലും വന്നിട്ട് പറയും, മോനെ ആ സീറ്റിൽ മാത്രം ഇരിക്കരുത്, വേറെ എവിടെ വേണമെങ്കിലും ഇരുന്നു. അപ്പം ഞാൻ ചോദിക്കും, അതെന്താ അങ്കിളെ അവിടെ ഇരിക്കാൻ പാടില്ലാത്ത? അപ്പോൾ പറയും, ഒരങ്കിള് 38 വർഷമായിട്ട് അവിടെ ഇരിക്കുകയാണ്, ആ സീറ്റ് അങ്കിൾ ആർക്കും വിട്ടുകൊടുക്കത്തില്ല, അതുകൊണ്ട് മോൻ അവിടെ ഇരിക്കരുത്. കാരണം എന്താ? ആ അങ്കിളിനെ സംബന്ധിച്ചോളം ആ സീറ്റ് മാറുന്നത് പോലും ബുദ്ധിമുട്ടാണ്. പുതിയ വഴികൾ നമുക്ക് ഇഷ്ടമല്ല. പഴയ വഴികളിലൂടെ മാത്രം യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാ നാം. കാരണം പഴയ വഴിയിലൂടെ യാത്ര ചെയ്താൽ പ്രത്യേകിച്ച് എഫേർട്ടൊന്നും വേണ്ടല്ലോ, നിന്ന് കൊടുത്താൽ മതിയല്ലോ, കാര്യങ്ങൾ മുന്നോട്ട് പോകും. പ്രത്യേകിച്ച് ദർശനമൊന്നും വേണ്ട, പ്രത്യേകിച്ച് പ്രയത്നമൊന്നും വേണ്ട. പഴയ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് പുതിയതായിട്ടൊന്നും വേണ്ട. എന്നാൽ നമ്മുടെ ദൈവം പുതിയതിൻ്റെ ദൈവമാണ്. അതുകൊണ്ടാണ് അവൻ പറയുന്നത്, ഇതാ പുതിയതൊന്ന് ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. യോശുവ ഇങ്ങനെ യോർദാന്റെ മുമ്പിൽ നിൽക്കുകയാണ്, പകച്ചു നിൽക്കുകയാണ്, എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. അപ്പോൾ യഹോവയായ ദൈവം വന്ന് യോശുവയോട് പറയാണ്, യോശുവേ, നിനക്ക് പോകേണ്ട വഴി നിനക്കറിഞ്ഞുകൂടാ, നീ പോകാൻ പോകുന്ന വഴി പുതിയ വഴി. നാം ഈ ജീവിക്കുന്ന കാലഘട്ടത്തിന്റെ പ്രത്യേകത, ഒരിക്കലും നാം ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങൾ നാം ചെയ്യുന്ന ഒരു കാലഘട്ടം. ഒരിക്കലും യാത്ര ചെയ്തിട്ടില്ലാത്ത ഒരു അവസരത്തിലൂടെ നാം യാത്ര ചെയ്യുന്നു. എൻ്റെ പിതാവിനോട് ചോദിച്ചാൽ, എൻ്റെ വല്യപ്പച്ചനോട് ചോദിച്ചാൽ അവർക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടേ ഇല്ല. ഇത് പുതിയ വഴി. ദൈവം എന്നും പുതിയത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇസ്രായേൽ മക്കളുടെ ജീവിതം നോക്കിയേ. മരുഭൂമിയിൽ അവർ പിറുപിറുത്തപ്പോൾ അവർക്ക് മന്നായും ഇറച്ചിയും കൊടുത്തു. എന്നാൽ മന്ന കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു ഇൻസ്ട്രക്ഷൻ പറഞ്ഞു. എന്താണ്? ഓരോ ദിവസവും അന്നന്നത്തേക്കുള്ള മന്ന ഞാൻ നിങ്ങൾക്ക് തരും. ഒരു കാര്യം മാത്രം നിങ്ങൾ ചെയ്യാവൂ, ആവശ്യത്തിന് പെറുക്കിക്കോണം, നാളത്തേക്കുള്ളത് നിങ്ങൾ പെറുക്കരുത്. ഇസ്രായേൽ മക്കൾക്ക് നമ്മുടെ മലയാളികളുടെ ഒരു സ്വഭാവം ഉള്ളതുകൊണ്ട് അവർ 2 ദിവസത്തേക്കല്ല, ഒരാഴ്ചത്തേക്കുള്ളത് നേരത്തെ ശേഖരിച്ചു വെച്ചു. ഇവിടെ മോർ സൂപ്പർ മാർക്കറ്റ് അടയുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് തലേ ദിവസം ഇവിടെ ഭയങ്കര ക്യൂ ആണ്. എന്തുകൊണ്ടാ? അടുത്ത ഒരു മാസത്തേക്ക് സേവ് ചെയ്ത് വെക്കാനുള്ള പ്രവണത. ഇതുപോലെ തന്നെ സേവ് ചെയ്ത് വെക്കുവാൻ വേണ്ടി ഇസ്രായേൽ മക്കൾ കൂന കൂട്ടി മന്ന വെച്ചു. പിറ്റേ ദിവസം തുറന്നു നോക്കിയപ്പോൾ മന്ന അഴുക്കായിപ്പോയി. ദൈവം പറയാൻ ആഗ്രഹിച്ചത് എന്താണെന്നറിയാമോ? പ്രിയമുള്ളവരെ, അന്നന്നത്തേക്കുള്ള മന്ന തരുന്നവനാണ് നമ്മുടെ ദൈവം. അവൻ പുതിയ മന്ന തരുന്നവനാണ്. പഴയതിൽ ആശ്രയിക്കേണ്ട കാര്യമില്ല. ഹിസ് mercies are new every morning. എല്ലാ ദിവസവും പുതിയ മന്ന തരുവാൻ കർത്താവ്. അതുകൊണ്ടാണ് ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനത്തെ അനുഭവങ്ങൾ ദൈവം അനുവദിക്കുന്നത്. കാരണം എന്താ? എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പുതിയതൊന്ന് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ദൈവം. അപ്പോൾ ഇങ്ങനെ യോർദാന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയത്തില്ല, പുതിയ വഴി എങ്ങോട്ട് പോകണമെന്നറിയാത്തപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? അതാണ് ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം. നാം ഒരിക്കലും യാത്ര ചെയ്തിട്ടില്ലാത്ത വഴിയിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ കർത്താവിന് നമ്മളോട് പറയാനുള്ള 5 കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. അത് നമ്മുടെ ജീവിതത്തിന് പ്രയോജനമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് തിരിയാം. 3-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: അനന്തരം യോശുവ അതികാലത്ത് എഴുന്നേറ്റു, അവൻ ഇസ്രായേൽ മക്കൾ എല്ലാവരും ശിത്തീമിൽ നിന്ന് പുറപ്പെട്ട് യോർദാൻ അരികെ വന്ന് മറുകര കടക്കും മുമ്പേ അവിടെ താമസിച്ചു. 3 ദിവസം കഴിഞ്ഞിട്ട് പ്രമാണികൾ പാളയത്തിൽ കൂടെ നടന്ന് ജനത്തോട് പറഞ്ഞു. അപ്പോൾ ഈ യോർദാന്റെ മുമ്പിൽ നിൽക്കുകയാണ്. എങ്ങനെ പോകണം, എങ്ങനെ കടക്കണമെന്ന് അറിയത്തില്ല. അതികാലത്ത് യോശുവയും ആളുകളും വന്ന് അവിടെ നിൽക്കുകയാണ്. ദൈവം പറഞ്ഞു, 3 ദിവസം അവിടെ കിടക്ക്, 3 ദിവസം അവിടെ കിടക്ക്. മുമ്പോട്ടുള്ള വഴി എന്ത് എന്നറിയാത്തപ്പോൾ ആദ്യം വിശ്വാസികളായ നാം ചെയ്യേണ്ട 1-ാമത്തെ കാര്യം ദൈവത്തിന്റെ സമയത്തിനായിട്ട് കാത്തിരിക്കുക. ട്രസ്റ്റ് ഗോഡ്സ് ടൈമിങ്. ദൈവത്തിന്റെ സമയത്തിനായിട്ട് കാത്തിരിക്കുക. ഞാനും നിങ്ങളും വളരെ ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്ത് പഠിച്ചവരാണ്. നമുക്ക് ഇന്ന് അത് കിട്ടിയില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. വളരെ പെട്ടെന്ന്, ഒരുപക്ഷെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞു കാണും, ഈ കോവിഡ് കാലം ഒന്ന് കഴിയട്ടെ എന്നിട്ട് വേണം നമുക്കൊന്ന് കൂടാൻ, അല്ലേ? ഒരുപക്ഷെ പറഞ്ഞു കാണും, ഞാനും പറഞ്ഞിട്ടുണ്ട്. ഈ കോവിഡ് കാലം ഒന്ന് കഴിയട്ടെ, അത് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ ബിസിനസ് ഒന്ന് ശരിയാക്കാൻ. ഈ കോവിഡ് കാലം ഒന്ന് കഴിയട്ടെ, അത് കഴിഞ്ഞിട്ട് വേണം നമുക്കൊന്ന് ആഘോഷിക്കാൻ എന്ന് പറഞ്ഞവർ കാണും. അതുകൊണ്ട് ഈ കാലം കഴിയാൻ വേണ്ടി വളരെ പെട്ടെന്ന് ആഗ്രഹിക്കുന്നവർ, ആ ആഗ്രഹത്തിന് തെറ്റൊന്നുമില്ല. പക്ഷെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിനൊരു സമയമുണ്ട്. ഈ കോവിഡ് ഇവിടം വരെ മതി എന്ന് പറയുമ്പോൾ അത് അവിടം വരെ മതിയെന്ന് ആകും. അതുവരെ ദൈവത്തിന്റെ സമയത്തിനായിട്ട് കാത്തിരിക്കുവാൻ, ക്ഷമയോടെ കാത്തിരിക്കുവാൻ ദൈവം എന്നെയും നിങ്ങളെയും സഹായിക്കട്ടെ. We need to learn to trust God's timing. ധൃതി പിടിക്കരുത്, തത്രപ്പാടുണ്ടാക്കരുത്. ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുക.
പഴയ നിയമത്തിലേക്ക് നാം നോക്കുമ്പോൾ ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി കാത്തിരുന്ന എത്രയോ പേര്. യോസേഫ് എത്ര നാൾ കാത്തിരുന്നു. ദൈവം വാഗ്ദത്തം കൊടുത്തു, എന്നാൽ ആ വാഗ്ദത്തം നിറവേറുവാൻ വേണ്ടി 13 വർഷം കാത്തിരുന്നു. 13 long years. അബ്രഹാമിനോട് ചോദിച്ചേ, അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലാകും നിന്റെ സന്താനം. എത്ര നാൾ കാത്തിരിക്കേണ്ടി വന്നു? 25 വർഷം കാത്തിരിക്കേണ്ടി വന്നു. 25 വർഷത്തിനിടയിൽ അബ്രഹാം ദൈവത്തെ ഒന്ന് സഹായിക്കാൻ ശ്രമിച്ചു, ഇല്ലയോ? എനിക്കും നിങ്ങൾക്കും അറിയാം. സഹായിക്കാൻ ശ്രമിച്ചത് കൊണ്ടാണ് ഇന്നും പത്രം വായിക്കുമ്പോൾ ചില പ്രശ്നങ്ങൾ നാം അവിടെ കാണുന്നത്. എന്തുകൊണ്ടാ? അബ്രഹാമിന്റെ ഇടയിൽ ദൈവത്തെ ഒന്ന് സഹായിക്കാൻ ശ്രമിച്ചു. കർത്താവിന്റെ സമയത്തിനു വേണ്ടി കാത്തിരിക്കുക. മോശ എത്ര നാൾ കാത്തിരുന്നു പ്രിയമുള്ളവരെ? 40 വർഷം കാത്തിരുന്നു, വാഗ്ദത്തദേശം ഒന്ന് കാണുവാൻ വേണ്ടി മാത്രം. 40 long years ദൈവത്തിന്റെ സമയത്തിനു വേണ്ടി കാത്തിരുന്നു. നോവാ അപ്പച്ചനോട് ചോദിച്ചാൽ നോവാ അപ്പച്ചൻ പറയും, ഞാൻ 120 വർഷം ഞാൻ കാത്തിരുന്നു. ഒരു തുള്ളി മഴ പോലും കാണാഞ്ഞപ്പോൾ ഞാൻ കാത്തിരുന്നത് എന്തുകൊണ്ടാ? ദൈവം ഒരു കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ പറഞ്ഞതുപോലെ ചെയ്യും, പക്ഷെങ്കിൽ ഞാൻ കാത്തിരിക്കണം. ഐ ഹാവ് ടു വെയിറ്റ്. നാം പാടി കേട്ടു, കൊയർ നല്ലതുപോലെ പാടി. ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു ഇന്നത്തെ പാട്ട്. അവിടെ ഇരുന്ന് ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു. അവർ പാടിയ പാട്ടിൽ ഒന്നിതാണ്, 4 നാളായാലും നാറ്റം വമിച്ചാലും. എന്ന് പറഞ്ഞാൽ എന്താണ്? 4 നാളായാലും ദൈവത്തിന്റെ ഘടികാരത്തിന് തെറ്റ് സംഭവിച്ചിട്ടില്ല. 4 ദിവസം കഴിഞ്ഞാലും അവന്റെ ഘടികാരം തക്ക സമയത്ത് തന്നെ ഓടും. അതുകൊണ്ട് ദൈവത്തിന്റെ സമയത്തിനായിട്ട് കാത്തിരിക്കാൻ പ്രിയമുള്ളവരെ. ഒരുപക്ഷെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ വിഷമിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ വിവാഹ ജീവിതത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ജോലിയുടെ കാര്യത്തിൽ കാത്തിരിക്കുന്നവരാണെങ്കിൽ ദൈവത്തിന്റെ സമയത്തിനായിട്ട് കാത്തിരിക്കുക. വെയിറ്റ് ഓൺ ഗോഡ്സ് ടൈമിംഗ്. അത് തക്ക സമയമാണ്. ഇറ്റ് ഈസ് പെർഫെക്റ്റ് ടൈമിംഗ്. യോശുവ യോർദാന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ദൈവം പറയാണ്, അവിടെ നിൽക്ക്, എനിക്കൊരു സമയമുണ്ട്, ആ സമയം വരെ നീ കാത്തു നിൽക്കണം. ഒന്നാമത്, ഈ പുതിയ വഴി എങ്ങോട്ട് എന്നറിയാത്തപ്പോൾ, എന്ത് ചെയ്യണമെന്നറിയാത്തപ്പോൾ, അടുത്ത പടി എങ്ങോട്ട് എന്നറിയാത്തപ്പോൾ, പ്രിയമുള്ളവരെ, നാം ആദ്യം ചെയ്യേണ്ടത് ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുക. ട്രസ്റ്റ് ഗോഡ്സ് ടൈമിംഗ്. 2 7ാമത്തെ വാക്യം ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. 3-ാമത്തെ അധ്യായത്തിന്റെ 7ാമത്തെ വാക്യം. പിന്നെ യഹോവ യോശുവയോട്, ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്നോട് കൂടെയും ഇരിക്കും എന്ന് ഇസ്രായേൽ എല്ലാം അറിയേണ്ടതിന് ഞാൻ ഇന്ന് അവർ കാണുകെ നിന്നെ വലിയവനാക്കുവാൻ തുടങ്ങും. 2, മുമ്പോട്ടുള്ള വഴി ഏതാണെന്നറിയാത്തപ്പോൾ ചെയ്യേണ്ടത് കാര്യം എന്താണെന്നറിയാമോ പ്രിയമുള്ളവരെ? കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നടത്തിയ വഴികളെ ഓർത്ത് സ്തോത്രം ചെയ്യുക. റിമെമ്പർ ഗോഡ്സ് ഗുഡ്നെസ് ഇൻ ദ പാസ്റ്റ്. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നടത്തിയ വഴികളെ ഓർത്ത് സ്തോത്രം ചെയ്യുക. മുമ്പോട്ട് എന്ത് കിടക്കുന്നു എന്ന് അറിഞ്ഞുകൂടാ, പക്ഷെ ചെയ്യാൻ സാധിക്കുന്ന എന്താണ്? കഴിഞ്ഞ കാലങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കാം. നാളത്തേതിലേക്ക് ഉറ്റുനോക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കത്തില്ല. എന്നാൽ നമ്മുടെ ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കി ദൈവം നടത്തിയ വഴികളെ ഓർത്ത് സ്തോത്രം ചെയ്യാൻ സാധിക്കത്തില്ലേ? ഒന്ന് തിരിഞ്ഞു നോക്കി ഒന്ന് ചിന്തിച്ചേ. ഇങ്ങനെ ഞാൻ ചിന്തിക്കുകയാണ്, ഈ യോശുവ എന്ന് പറയുന്ന വ്യക്തി എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള വ്യക്തിയാണ്. കാരണം എന്താ? ഈ മോശ എന്ന് പറയുന്ന വലിയ മനുഷ്യന്റെ പിന്നാലെ വന്ന ഒരു ചെറുപ്പക്കാരൻ, ഒരുപക്ഷെ ഒരു കുട്ടി നിക്കറൊക്കെ ഇട്ടുകൊണ്ടായിരിക്കും ചെങ്കടലിന്റെ മുമ്പിലൂടെ ഓടിയത്. അപ്പോൾ യോശുവ യോർദാന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ തന്റെ മനസ്സിലൂടെ ഒരു ഫ്ലാഷ് ബാക്ക് വരികയാണ്. എന്താണ് ഫ്ലാഷ് ബാക്ക്? കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ഇതേ അവസ്ഥ, മുമ്പിൽ ചെങ്കടൽ, പിറകിൽ ഫറവോനും സൈന്യവും, രഥങ്ങൾ പാഞ്ഞ് പിറകിൽ വരുന്നു, ചുറ്റും പർവ്വതങ്ങൾ, എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു. അപ്പോൾ യഹോവ തന്റെ കാറ്റിനെ അയച്ച് ചെങ്കടലിനെ പിളർന്നു. വരണ്ട നിലത്തൂടെ, അങ്കിള് പറഞ്ഞതുപോലെ ചെങ്കടലിലൂടെ ചെങ്കൽ പാത ഒരുക്കി അവരെ നടത്തി. അപ്പോൾ ഈ യോശുവ എന്ന് പറയുന്ന വ്യക്തി ഒന്ന് ചിന്തിച്ചു നോക്കണം അവന്റെ അവസ്ഥ. ചെറുപ്പക്കാരൻ, ദൈവത്തിന്റെ ദാസൻ മോശ മരിച്ചു. ദൈവത്തിന്റെ ദാസനായ മോശ എന്ന് പറയുന്ന ദൈവം തന്നെ സർട്ടിഫിക്കറ്റ് കൊടുത്ത മനുഷ്യനാണ്, സാധാരണ മനുഷ്യനൊന്നുമല്ല. മോശ ഒന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ബാധകൾ ഇളകും. മോശ വടി ഒന്ന് നീട്ടിയാൽ ചെങ്കടൽ പിളർക്കും. പാറമേൽ ഒന്ന് അടിച്ചാൽ വെള്ളം അതിൽ നിന്ന് വരും. ഇതാണ് മോശ. വചനം നമ്മോട് പറയുന്നത്, ഒരു സ്നേഹിതൻ തന്നോട് സംസാരിക്കുന്നത് പോലെ യഹോവ മോശയോട് സംസാരിച്ചു എന്നാണ് പറയുന്നത്. ദൈവത്തിന്റെ അടുത്ത മനുഷ്യൻ, ഇത്ര വലിയ ലീഡറിന്റെ പുറകിൽ വരുന്ന ഒരു ചെറുപ്പക്കാരൻ. എൻ്റെ മനസ്സ് വളരെ വ്യക്തമായിട്ട് പറയുന്നു, യോശുവ ഭയന്നു. കാരണം ദൈവം വന്ന് യോശുവോട് പറയണം, യോശുവേ, എൻ്റെ ദാസൻ മോശ മരിച്ചു, ഇനി നിന്റെ ഊഴം.
ആ പാവം ചെറുപ്പക്കാരന്റെ ഹൃദയം ഇടിച്ചില്ലയോ? തീർച്ചയായിട്ടും ഇടിച്ചിട്ടുണ്ട്. അതിന്റെ തെളിവാണ് 1-ാമത്തെ അധ്യായത്തിൽ. ഈ ഭയത്തിന്റെ ഇടയിൽ ദൈവം വന്ന് യോശുവയോട് പറയാണ് 1-ാമത്തെ അധ്യായത്തിൽ, യോശുവേ നീ ഭയപ്പെടരുത്, നീ ഭ്രമിക്കേമരുത്. എന്നിട്ട് 3-ാമത്തെ അധ്യായത്തിൽ എന്താണ് പറയുന്നത്? 3-ാമത്തെ അധ്യായത്തിൽ പറയുകയാണ്, ഞാൻ മോശയോടുകൂടെ എങ്ങനിരുന്നോ അതുപോലെ തന്നെ ഞാൻ നിന്നോട് കൂടി ഇരിക്കും. എന്താണ് യഹോവ പറയാൻ ആഗ്രഹിച്ചത്? പ്രിയമുള്ളവരെ, പറയാൻ ആഗ്രഹിച്ചത് ഒന്ന് മാത്രം. കാലങ്ങൾ മാറി, എൻ്റെ ദാസൻ മരിച്ചു, വർഷങ്ങൾ മുന്നോട്ട് പോയി, അവസ്ഥകൾ മാറി, ഒരിക്കലും നീ കണ്ടിട്ടില്ലാത്ത ചില കാര്യങ്ങൾ നീ കാണുകയാണ്. പക്ഷെ യഹോവയായ ഞാൻ, എനിക്കൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഞാൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. ഐ ഗോഡ് ഡു നോട്ട് ചേഞ്ച്. ഞാൻ മാറ്റം വരാത്തവനായ ദൈവമായതുകൊണ്ട് നിനക്ക് തിരിഞ്ഞു നോക്കി എന്നെ സ്തോത്രം ചെയ്യാം. ഒരുപക്ഷെ പ്രിയമുള്ളവരെ, ഇങ്ങനത്തെ ഒരു യോർദാന്റെ മുമ്പിലായിരിക്കും പലരും നിൽക്കുന്നത്. എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന അവസ്ഥയിലാണെങ്കിൽ മുന്നോട്ട് നോക്കാൻ സാധിക്കത്തില്ല. പക്ഷെ ചെയ്യാവുന്ന ഒരു കാര്യം, തിരിഞ്ഞു നോക്കിയിട്ട് പറയാം, കർത്താവേ, ഇന്നലകളിൽ ഞങ്ങളെ നടത്തിയ നിന്റെ വലിയ കൃപയ്ക്കായിട്ട് സ്തോത്രം കർത്താവേ. ഇന്നലകളിൽ ഞങ്ങളുടെ പിതാക്കന്മാരെ നടത്തിയ വഴികളെ ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവേ. ഞങ്ങൾ കരഞ്ഞപ്പോൾ, ഹാഗാറിനെ പോലെ കരഞ്ഞപ്പോൾ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിനു വേണ്ടി നീ ഇറങ്ങി വന്നത് ഓർക്കുമ്പോൾ കർത്താവേ നിനക്ക് സ്തോത്രം എന്ന് പറയുന്ന കാലഘട്ടമാണ് ഈ കാലഘട്ടം. നാളെ എന്ത് കാണും എന്നറിഞ്ഞുകൂടാ. എന്നാൽ ഇന്നലെ അവൻ നമ്മെ നടത്തിയ വഴികളെ ഓർത്തൊന്ന് സ്തോത്രം ചെയ്യാമോ? നമ്മുടെ കുടുംബങ്ങളിൽ പിറുപിറുപ്പിന്റെ ശബ്ദമല്ല പ്രിയമുള്ളവരെ കേൾക്കേണ്ടത്. ഈ നോമ്പ് കാലത്ത് സ്തുതിയുടെയും ആരാധനയുടെയും ആ ഒരു പാട്ട് ഉയരട്ടെ. ഇന്ന് ആരെങ്കിലും നമ്മുടെ ഭവനത്തിലേക്ക് വരുമ്പോൾ എന്ത് ശബ്ദമാണ് കേൾക്കുന്നത്? ആരാധനയുടെയും സ്തുതിയുടെയും ശബ്ദമാണോ, അതോ പിറുപിറുപ്പിന്റെയും വഴക്കിന്റെയും ശബ്ദമാണോ? ഇന്ന് കർത്താവിനോട് പറയണം, കർത്താവേ, ഇന്നലകളിൽ നീ എന്നെ നടത്തിയില്ലയോ? എനിക്ക് എഴുന്നേൽക്കാൻ സാധിക്കാത്തപ്പോൾ നീ എന്നെ നടത്തിയല്ലോ കർത്താവേ. ഞാൻ എങ്ങോട്ട് തിരിയണമെന്ന് എനിക്ക് അറിയാഞ്ഞപ്പോൾ നീ ഇറങ്ങി വന്ന് എന്നെ സഹായിച്ചില്ലേ കർത്താവേ, നിനക്ക് സ്തോത്രം. പലപ്പോഴും നാം ചിന്തിക്കും, ഈ കർത്താവ് നമ്മളോട് പറഞ്ഞതേ ഈ കോവിഡ് വാക്സിൻ കണ്ടുപിടിക്കുന്നത് വരെയോ വാക്സിൻ നിങ്ങൾക്ക് കിട്ടുന്നത് വരെ ഞാൻ നിങ്ങളോട് കൂടി ഇരിക്കുമെന്നല്ല കർത്താവ് പറഞ്ഞത്. പിന്നെന്താ പറഞ്ഞത്? ഇതാ ഞാൻ ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടി ഇരിക്കും എന്ന് പറഞ്ഞാൽ, വാക്സിൻ വന്നോട്ടെ, വാക്സിൻ എന്തുമാത്രം ഇഫക്റ്റീവ് ആണെന്ന് എനിക്കറിഞ്ഞുകൂടാ. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, എൻ്റെ ദൈവം എന്നെ ഒരു നാളും കൈവിടത്തില്ല, എന്നെ ഒരു നാളും ഉപേക്ഷിക്കത്തില്ല എന്നുള്ള ഉറപ്പ്. അതുകൊണ്ട് എന്താ, എനിക്ക് തിരിഞ്ഞു നോക്കി അവന് സ്തോത്രം കൊടുക്കാം, അവനെ സ്തോത്രം ചെയ്യാം. ഐ ക്യാൻ താങ്ക് ഹിം. ഇന്നലകളിൽ എന്നെ നടത്തിയ വഴികളെ ഓർത്ത് എനിക്ക് സ്തോത്രം ചെയ്യാം. യോശുവയോട് വന്ന് ദൈവം പറയാണ്, യോശുവേ നീ ഭയപ്പെടരുത്, നീ ഭ്രമിക്കരുത്. ഇന്നലെ ഞാൻ മോശയെ എങ്ങനെ നടത്തിയോ അതുപോലെ തന്നെ ഞാൻ നിന്നെയും നടത്തും. ഇന്നലെ എന്തെങ്കിലും പറഞ്ഞേച്ച് വാക്ക് മാറ്റി പറയുന്നവനല്ല നമ്മുടെ ദൈവം. മനുഷ്യൻ പലതും പറഞ്ഞിട്ട് വാക്ക് മാറ്റി പറയും. പക്ഷെ നമ്മുടെ ദൈവം ഇന്നലെയും ഇന്നും എന്നേക്കും അവൻ അനന്യൻ തന്നെ. അപ്പോൾ നാം ഒരിക്കലും യാത്ര ചെയ്യാത്ത വഴിയിലൂടെ നാം യാത്ര ചെയ്യുമ്പോൾ ഒന്നാമത് ചെയ്യേണ്ടത് ദൈവത്തിന്റെ സമയത്തിനായിട്ട് കാത്തിരിക്കുക. ധൃതി പിടിക്കരുത്. അത് ഒന്നാമത്തെ ചിന്ത. രണ്ടാമത്തെ ചിന്ത, തിരിഞ്ഞു നോക്കി കഴിഞ്ഞ കാലങ്ങളിൽ അവൻ നടത്തിയ വഴികളെ ഓർത്ത് അവന് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തുതിയുടെയും സ്തോത്രത്തിന്റെയും ശബ്ദമായിരിക്കട്ടെ രാവിലെ തൊട്ട് രാത്രി വരെ നമ്മുടെ ഭവനങ്ങളിലും നാം പോകുന്ന സ്ഥലങ്ങളിലെല്ലാം ദൈവത്തിന് സ്തോത്രം കൊടുക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അത് മാത്രമല്ല, അവിടം കൊണ്ട് തീരുന്നില്ല. ഇനി മൂന്നാമത്തെ കാര്യം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 5-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് തിരിയാം. 5-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു, പിന്നെ യോശുവ ജനത്തോട്, നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ, യഹോവ നാളെ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഇതുവരെ നീ ദൈവം നടത്തിയ വഴികളെക്കുറിച്ച് സ്തോത്രം ചെയ്യുക, ഇതുവരെ ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുക. ഇപ്പോൾ യോശുവ വന്ന് ജനത്തോട് പറയാണ്, ജനമേ, നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ, നാളെ യഹോവ നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. പ്രിയമുള്ളവരെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ കഴിഞ്ഞ 8-9 മാസം പോട്ടെ, നോമ്പിന്റെ കാലഘട്ടത്തിൽ ഞാൻ ഒരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. നാം നമ്മെ തന്നെ ശുദ്ധീകരിക്കാൻ സമയമെടുത്തിട്ടുണ്ടോ? ഇതുവരെ നാം ദൈവത്തോട് പറഞ്ഞത് എന്താണ്? സമയമില്ല. വളരെ തിരക്കേറിയ അനുഭവങ്ങളോടാണ്. രാവിലെ എഴുന്നേറ്റാൽ ഭർത്താവ് ഒരു വഴിക്ക്, ഭാര്യ ഒരു വഴിക്ക്, യാത്രകൾ, പല പല കാര്യങ്ങൾ. അങ്ങനെ നടക്കുമ്പോൾ നമുക്ക് സമയമില്ലാത്ത കാലഘട്ടത്തിൽ ദൈവം പറയാണ് സമയമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഒറ്റ ചോദ്യം,
ഈ സമയങ്ങളിൽ നമ്മെ തന്നെ ശുദ്ധീകരിക്കുവാൻ നാം സമയമെടുത്തിട്ടുണ്ടോ? ഈ കാലഘട്ടത്തിൽ സാനിറ്റൈസർ ഉപയോഗിച്ചതുപോലെ ലോകത്തിൽ ഒരു മനുഷ്യൻ സാനിറ്റൈസർ ഉപയോഗിച്ചിട്ടില്ല. എൻ്റെ ആയുസിൽ, ഞാൻ തിരുവല്ലയിൽ പഠിച്ച് വളർന്നവനാണ്, ഞാൻ സാനിറ്റൈസർ എന്താണെന്ന് കാണുന്നത് തന്നെ ഈയിടെ. അങ്ങനെ ഒരു സാനിറ്റൈസറിന്റെ ആവശ്യം ഒരിക്കലും വന്നിട്ടില്ല. വല്ലപ്പോഴും എവിടെയെങ്കിലും യാത്ര ചെയ്യുമ്പോൾ അത് ഉപയോഗിക്കുമെന്നല്ലാതെ, ഇതിപ്പോൾ കാറിനകത്ത് കയറിയാൽ സാനിറ്റൈസർ, ഇറങ്ങിയാൽ സാനിറ്റൈസർ, കടയിൽ പോയാൽ സാനിറ്റൈസർ, ഇവിടെ തന്നെ സാനിറ്റൈസർ വെച്ചിട്ടുണ്ട്. കൈ സാനിറ്റൈസ് ചെയ്ത് എൻ്റെ തൊലി വരെ ഇളകിപ്പോയ അനുഭവങ്ങളാണ് ഇപ്പോൾ. ഞാൻ ചോദിക്കുന്ന ഒറ്റ ചോദ്യം, വി ആർ വെരി കെയർഫുൾ അബൌട്ട് സാനിറ്റൈസിങ് അവർ ഹാൻഡ്സ്. നമ്മുടെ കൈകളെ വൃത്തിയാക്കുവാൻ നാം എന്തുമാത്രം ശ്രദ്ധ കൊടുക്കുന്നു. ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ നാം സമയമെടുത്തിട്ടുണ്ടോ പ്രിയമുള്ളവരെ? അതിനുള്ള കാലഘട്ടമാണ് ഇത്. ഇറ്റ് ഈസ് ടു പ്യൂരിഫൈ ourselves. നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കുവാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു അപൂർവ അവസരം നഷ്ടപ്പെടുത്തി കളയരുത്. ഈ കാലം കഴിയും, പക്ഷെ ദൈവം എനിക്കും നിങ്ങൾക്കും വേണ്ടി തന്നിരിക്കുന്ന ഒരു വലിയ അവസരമാണ് നമ്മെ തന്നെ ശുദ്ധീകരിക്കുവാൻ. നെഹമ്യാവിന്റെ പുസ്തകം നാം വായിക്കുമ്പോൾ നാം കാണുന്ന ഒരു കാര്യമാണ്, ദൈവവചനത്തിന്റെ മുമ്പിൽ ദൈവജനം നിന്നപ്പോൾ അവർ ചെയ്തത്, അവർ ഒരു യാമത്തോളം ദൈവവചനം വായിച്ചു. എന്ന് പറഞ്ഞാൽ 3 മണിക്കൂറോളം ദൈവവചനം വായിച്ചു. അതിനുശേഷം എഴുതിയിരിക്കുന്ന എന്താണ് പ്രിയമുള്ളവരെ? ഒരു യാമത്തോളം അവരുടെ പാപങ്ങളെ അവർ ഏറ്റുപറഞ്ഞു. ഒരു യാമത്തോളം അവരുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞു. ഒരു യാമത്തോളം 3 മണിക്കൂർ പാപങ്ങളെ ഏറ്റുപറഞ്ഞു. ഞാൻ തിരുവല്ലയിൽ 4 വർഷം മുമ്പ് തിരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ കണ്ട ഒരു നല്ല പ്രതിഭാസമുണ്ട്, ഒരു ഇൻട്രസ്റ്റിംഗ് പ്രതിഭാസം. എന്താണെന്ന് വെച്ചാൽ, സാധാരണ ഒരു വലിയ ഈ ശുശ്രൂഷകൾ, അതായത് വലിയ ക്രൂസൈഡ് പോലത്തെയൊക്കെ നടത്തുമ്പോൾ 10-15,000 പേരെയൊക്കെ കാണും. രോഗശാന്തിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ 10-15,000 പേരെ കാണും. അത് കഴിഞ്ഞ് ഈ പാട്ടുമായിട്ടുള്ള ബന്ധത്തിൽ ഞാൻ ആയിരിക്കുന്നത് കൊണ്ട് ഒരു കോൺസേർട്ടൊക്കെ വെച്ചാൽ 10-2,000 പേരെ നമ്മൾ കാണും. ഒരു ബൈബിൾ സ്റ്റഡി വെച്ചാൽ സാധാരണ ഒരു 100-150 പേരൊക്കെയാണ് കാണുന്നത്. വെള്ളിയാഴ്ച പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ഒരു 10 പേരുണ്ടെങ്കിൽ വലിയ കാര്യമാണ്. ഞാൻ ചിന്തിക്കുകയാണ്, ഇപ്പോൾ പാപം ഏറ്റുപറയാൻ വേണ്ടിയാണെങ്കിൽ എത്ര പേര് കാണും? ആരും കാണത്തില്ല. എന്നാൽ ഇവിടെ വ്യക്തമായിട്ട് കാണുന്നത് എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ ജനം സമയമെടുത്ത് അവരുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞു. ഇപ്പോൾ ദൈവം നമുക്ക് ആ സമയം തന്നിരിക്കുകയാണ്. തിരക്കേറിയ അനുഭവങ്ങളിൽ നിന്ന് മാറി സമയമെടുത്ത് ദൈവസന്നിധിയിൽ കർത്താവെ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് പാപങ്ങൾ ഓരോന്നോരോന്ന് അവനോട് അനുതപിക്കുവാനും ക്ഷമ ചോദിക്കുവാനും ദൈവം തന്നിരിക്കുന്ന അവസരം ചെയ്തിട്ടുണ്ടോ? ഞാൻ എപ്പോഴും പറയും, when we sin retail, അല്ലേ? നമ്മൾ പാപം ചെയ്യുമ്പോൾ റീറ്റെയിലായിട്ടാണ് പാപം ചെയ്യുന്നത്. ഓരോന്നായിട്ടാണ് പാപം ചെയ്യുന്നത്. നമുക്കറിയാം, രാവിലെ എഴുന്നേറ്റപ്പോൾ കോപിച്ച കാര്യവും ഇന്ന ആളോട് വഴക്കുണ്ടാക്കിയ കാര്യം, നമ്മുടെ ഹൃദയത്തിനുണ്ടായിരുന്ന നിരൂപണങ്ങൾ നമുക്കറിയാം. ഓരോ പാപങ്ങളായിട്ടാണ് രാവിലെ മുതൽ നാം ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഏറ്റുപറയുന്നത് റീറ്റെയിലായിട്ടല്ല, നമ്മൾ ഹോൾസെയിലായിട്ടാണ് ഏറ്റുപറയുന്നത്, അല്ലേ? വി സിൻ റീറ്റെയിൽ ബട്ട് വി കൺഫെസ് ഹോൾസെയിൽ. അതിന് സംശയമുണ്ടോ? മലയാളികൾക്ക് നല്ലൊരു പ്രാർത്ഥനയുണ്ട് കിടക്കുന്നതിന് മുമ്പേ, കർത്താവേ, നിന്നോട് ഞങ്ങൾ എന്തെങ്കിലും പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളോടങ്ങ് ക്ഷമിച്ചേക്കണേ. ഹോൾസെയിലായിട്ട് ഒരൊറ്റ എന്ന് പറഞ്ഞാൽ, എനിക്ക് പോലും അറിയത്തില്ല, നിനക്ക് വല്ലതും അറിയാമെങ്കിൽ എന്നോടങ്ങ് ക്ഷമിക്കും. നമുക്കറിയാം നാം എവിടെ പാപം ചെയ്തതെന്ന്, ആരോടാണ് കോപിച്ചതെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം, എവിടാണ് ഇടറിയതെന്ന് വ്യക്തമായിട്ട് അറിയാം. പരിശുദ്ധ ആത്മാവ് നമ്മളോട് സംസാരിക്കുന്നുണ്ട്. പക്ഷെ നമ്മളെന്താ, 1 സെക്കൻഡ് കൊണ്ട് ഈ പാപത്തെ നമ്മുടെ കാർപ്പറ്റിന്റെ അടിയിലേക്ക് തള്ളിയിട്ടിട്ട് നമ്മൾ കിടന്നുറങ്ങാൻ പോകുന്നു. ഇന്ന് പ്രിയമുള്ളവർ, ദൈവത്തിന് നമ്മോട് പറയാനുള്ളത്, നാളെ അത്ഭുതം നടക്കണമെങ്കിൽ ഇന്ന് ശുദ്ധീകരണത്തിന്റെ ആവശ്യമുണ്ട്. എന്താണ് യോശുവയോട് ദൈവം പറയാൻ ആഗ്രഹിക്കുന്നത്? യോശുവേ, നാളത്തെ അത്ഭുതം, നാളെ ചെങ്കടലിനെ നിനക്കൊന്നും ചെയ്യാനൊക്കത്തില്ല, ചെങ്കടലിന്റെ മേലെ കൂടെ നിനക്ക് നടക്കാനൊക്കത്തില്ല. ഈ അത്ഭുതം നിന്നെ കൊണ്ട് സാധിക്കുന്ന കാര്യമേ അല്ല, അത് ഞാൻ ചെയ്തോളാം. പക്ഷെ നീ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, നീ നിന്നെ തന്നെ ശുദ്ധീകരിക്കണം. സത്യം പറയട്ടെ, ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് എല്ലാവർക്കും ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, ഈ കോവിഡ് കാലം എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞ് പഴയ രീതികളിലേക്കൊന്ന് പോകാനാണ് നാം എല്ലാം ആഗ്രഹിക്കുന്നത്, ഞാൻ ഉൾപ്പെടെ. എങ്ങനെയെങ്കിലും പഴയ സന്തോഷത്തിലേക്ക്, we want to get back to our happiness. But I want to make a statement here tonight. God is more interested in our holiness than he is interested in our happiness. നമ്മുടെ വിശുദ്ധീകരണത്തിലാണ് ദൈവത്തിന് താല്പര്യം, നമ്മുടെ സന്തോഷത്തിനെ കാട്ടിലും. അതിൻ്റെ ഒരു അടയാളമാണ് ഈ കാലഘട്ടം. ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇത്രയുമേ ഉള്ളൂ, നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുവാൻ സമയമെടുത്തിട്ടുണ്ടോ പ്രിയമുള്ളവരെ?
നമ്മുടെ പാപങ്ങൾ ഓരോന്നോരോന്നായിട്ട് കർത്താവെ നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു എന്ന് പറയുവാൻ സമയമെടുത്തിട്ടുണ്ടോ? നിരപ്പ് പ്രാപിക്കുവാൻ വേണ്ടി അച്ഛൻ പറഞ്ഞല്ലോ, തമ്മിൽ വഴക്കുണ്ടായിരുന്ന സമയത്ത് അല്ലെങ്കിൽ ആ അവസ്ഥയിൽ നിരപ്പ് പ്രാപിക്കാൻ സമയമെടുത്തിട്ടുണ്ടോ? സഹോദരനോട് ക്ഷമ ചോദിക്കാൻ സമയമെടുത്തിട്ടുണ്ടോ? കുടുംബത്തിൽ നമ്മുടെ യാഗപീഠം പണിയുവാൻ നാം സമയമെടുത്തിട്ടുണ്ടോ? ഇന്ന് ദൈവത്തിന് നമ്മോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നാളത്തെ അത്ഭുതം ഞാൻ ചെയ്തോളാം. യഹോവ പറയുന്നു, ഇന്നത്തെ ശുദ്ധീകരണം നിന്റെ കയ്യിലാണ്. വിൽ യു ക്ലീൻ യുവർ ഹാൻഡ്സ് ആൻഡ് യുവർ ഹാർട്ട്സ്? നിങ്ങളുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുവാൻ സമയമെടുത്തിട്ടുണ്ടോ? പ്രിയമുള്ളവരെ, ഇന്ന് ദൈവവചനം കേൾക്കുമ്പോൾ തന്നെ ഈ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ ജീവിതത്തിലുള്ള ചില ശൈലികൾ മാറണം, നമ്മുടെ ജീവിതത്തിലുള്ള ചില പരിചയങ്ങൾ മാറണം, നമ്മുടെ ജീവിതത്തിലുള്ള ചില എന്റർടൈൻമെന്റ് മാറണം, ചില ബന്ധങ്ങൾ മുറിച്ചു മാറ്റണം. അതിനുള്ള സമയമാണ് പ്രിയമുള്ളവരെ ഇന്ന് രാത്രി. ശുദ്ധീകരണം അതാണ് കർത്താവിന് എന്നോടും നിങ്ങളോടും പറയാൻ ആഗ്രഹിക്കുന്നത്. ആ ശുദ്ധീകരണം കൂടാതെ ഒരുവന് ദൈവത്തെ കാണുവാൻ സാധിക്കില്ല. ഇറ്റ് ഈസ് ഇംപോസിബിൾ. ഇന്ന് കർത്താവിനോട് പറയണം, ഒരുപക്ഷെ ജീവിതത്തിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും മറച്ചിരിക്കുന്ന ചില പാപ സ്വഭാവം ഉണ്ടെങ്കിൽ ഇന്ന് കാൽവറി കുരിശിലേക്ക് ഒന്ന് വന്ന് കർത്താവിനോട് പറയണം, കർത്താവേ, നിന്റെ ചോര കൊണ്ട്, നിന്റെ ചങ്കിലെ ചോര കൊണ്ട് എന്നെ കഴുകി വെടുപ്പാക്കി നിന്റെ പുത്രനാക്കി തീർക്കണമേ എന്നൊന്ന് പ്രാർത്ഥിക്കാമോ? പ്രിയമുള്ളവരെ, മരണദൂതൻ എല്ലാ ഭവനത്തിലും കയറിയനെ അറിയാമോ? മിസ്രൈമിന്റെ വീട്ടിന് മാത്രമൊന്നുമല്ല, മരണദൂതൻ കയറി വരാൻ തുടങ്ങിയപ്പോൾ യഹോവ മോശയോടൊരു കാര്യം പറഞ്ഞു. മോശേ, ഇന്ന് സംഹാരദൂതൻ വരാൻ പോകുകയാണ്. എല്ലാ ഭവനത്തിലെ ആദ്യജാതൻ മരിക്കും. കാരണം എന്താ? പാപം ഉണ്ട്. എന്നാൽ നിങ്ങളുടെ ഭവനത്തിനകത്ത് സംഹാരദൂതൻ കയറാതിരിക്കണമെങ്കിൽ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് കട്ടിളമേൽ നിങ്ങൾ തളിക്കണം. അപ്പൊ ഞാൻ ചോദിക്കട്ടെ പ്രിയമുള്ളവരെ, ഒന്ന് ചിന്തിച്ചേ. അന്ന് രാത്രി സംഹാരദൂതൻ കടന്നു വരികയാണ്, എല്ലാ ഭവനത്തിലൂടെ കടന്നു വരികയാണ്. പെട്ടെന്ന് ഒരു അരച്ചിൽ കേൾക്കാം, ഒരു കരച്ചിൽ കേൾക്കാം. ഞാനാണ് ആ ഒരു യഹൂദൻ എന്ന് വിചാരിക്കുക. എൻ്റെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് എനിക്ക് കരച്ചിൽ കേൾക്കാം. എൻ്റെ ഭവനത്തിലെ ആദ്യജാതൻ ഞാൻ. എനിക്കൊരു 13 വയസ്സുണ്ടെങ്കിൽ ഞാൻ എന്ത് പറയും? ഞാൻ എൻ്റെ അപ്പനെ വിളിച്ചിട്ട് പറയും, അപ്പാ, അപ്പുറത്തെ വീട്ടിൽ എൻ്റെ കൂടി ഇതുവരെ കളിച്ചുകൊണ്ട് നടക്കുന്ന ആദ്യജാതൻ മരിച്ചു. കാരണം സംഹാരദൂതൻ അതിനകത്ത് വന്നു. അതുകൊണ്ടാണ് ഞാൻ കേൾക്കുന്ന നിലവിളി. നമ്മുടെ ഭവനത്തിലേക്ക് കയറുമോ എന്ന് ഞാൻ ചോദിച്ചാൽ എൻ്റെ അപ്പൻ എന്തു പറയും? മോനെ, കയറത്തില്ല. കാരണം എന്താ? കുഞ്ഞാടിന്റെ രക്തം കട്ടിളമേൽ ഉണ്ട്. ഒരുപക്ഷെ എനിക്കൊരു 25 വയസ്സായിരിക്കുന്നു എന്ന് വിചാരിക്കുക. പെട്ടെന്ന് ഞാൻ ഇതാ ശബ്ദം കേൾക്കുന്നു. ഞാൻ പെട്ടെന്ന് വീണ്ടും എൻ്റെ അപ്പനോട് എന്ന് പറയാണ്, അപ്പാ, ഞാൻ കേൾക്കുന്നു, എൻ്റെ കൂടെ ഇന്നലെ വരെ കളിച്ച് നടന്ന കോളേജിലെ എൻ്റെ ഫ്രണ്ടാണ്, അവൻ്റെ വീട്ടിലാണ് ഈ കരച്ചിലും നിലവിളിയും. ഒരുപക്ഷെ അവിടെ കയറിയിട്ടുണ്ട്. അടുത്തത് ഒരുപക്ഷെ നമ്മുടെ വീട്ടിലായിരിക്കുമോ അപ്പാ എന്ന് ചോദിച്ചാൽ അപ്പൻ എന്തോ എന്നോട് പറയും, മകനെ, നീ പേടിക്കണ്ട. അവനെയും നീയും തമ്മിൽ, നീ അവനെക്കാട്ടിലും മെച്ചമൊന്നുമല്ല. അവനെ പോലെ തന്നെ നീയും പാപി. അവൻ ചെയ്തതുപോലെ കാര്യങ്ങൾ നീയും ചെയ്തു. കാണണ്ടാത്ത കാര്യങ്ങൾ നീ കണ്ടു. ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ നീ ചെയ്തു. സംഹാരദൂതൻ വന്നാൽ ഒരുപക്ഷെ നീ തന്നെ മരിക്കേണ്ടത് ആവശ്യമാണ്. എങ്കിലും കുഞ്ഞാടിന്റെ രക്തമുള്ളത് കൊണ്ട് നീ രക്ഷപ്പെടും. എന്താണ് പ്രിയമുള്ളവരെ അതിൻ്റെ ദൂത്? ഒരൊറ്റ കാര്യമേ ഉള്ളൂ. എൻ്റെ കഴിവോ എൻ്റെ പ്രാപ്തിയോ എൻ്റെ നല്ല പ്രവൃത്തികളോ ഒന്നുമല്ല ക്വാളിഫൈ ചെയ്യുന്നത്. ഒരൊറ്റ കാര്യമേ ഉള്ളൂ, എൻ്റെ കട്ടിളമേൽ കുഞ്ഞാടിൻ്റെ രക്തമുണ്ടോ? അത് മാത്രമേ ഉള്ളൂ ഞാൻ ചോദിക്കേണ്ട ചോദ്യം ഇന്ന് രാത്രി. പ്രിയമുള്ളവരെ, ഞാൻ ചോദിക്കട്ടെ, ആ രക്ഷ ഉറപ്പില്ലാത്തവരാരെങ്കിലും ഉണ്ടോ? നിങ്ങളുടെ ജീവിതത്തെ ആ കഴുകൽ പ്രാപിക്കാത്ത ഇടങ്ങളുണ്ടോ? കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വന്നിട്ട്, കർത്താവേ, ഞാൻ ഈ കാര്യങ്ങളിൽ ഞാൻ പാപം ചെയ്തു, എന്നെ കഴുകണമേ എന്ന് പറയാത്ത ഇടങ്ങളുണ്ടോ? ലംഘനങ്ങളെ മറച്ചു വെക്കുന്നവൻ ശുഭം വരികയില്ല, ഏറ്റുപറഞ്ഞുപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. ഇന്ന് ആ കരുണ ലഭിക്കാതെ ഇവിടുന്ന് ഒരാൾ പോലും പോകരുതേ. എന്നെ ഓൺലൈനിലൂടെ കേൾക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ആ കരുണ ലഭിക്കാത്തവർ, ആ അനുഭവമില്ലാത്തവര്, കുഞ്ഞാടിന്റെ രക്തത്താൽ കഴുക പ്രാപിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇന്ന് രക്ഷാ ദിവസം കർത്താവിങ്കിലേക്ക് ഓടി വരുമെങ്കിൽ അവൻ എന്നെയും നിങ്ങളെയും കഴുകി ഒരു പുതിയ മകനാക്കി, ഒരു പുതിയ മകളാക്കി രക്ഷയുടെ സന്തോഷത്തോടെ ഇവിടുന്ന് പോകുവാൻ ദൈവം എനിക്കും നിങ്ങൾക്കും ഒരു അവസരം തരട്ടെ. നാളത്തെ അത്ഭുതം അവൻ ചെയ്യും, കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യും. ഇന്ന് ശുദ്ധീകരണം പ്രാപിക്കാത്ത ഇടങ്ങളിൽ ശുദ്ധീകരണം പ്രാപിക്കണം. ഞാൻ നിങ്ങളോട് ഇത് സംസാരിക്കുമ്പോൾ തന്നെ ഞാൻ ചോദിക്കട്ടെ, പരിശുദ്ധാത്മാവ് ഏതെങ്കിലും ഇടം നിങ്ങളോട് കാണിക്കുന്നുണ്ടോ?
ഏറ്റുപറയാത്ത സ്ഥലങ്ങൾ, കഴുകൽ പ്രാപിക്കാത്ത സ്ഥലങ്ങൾ, നിരപ്പ് പ്രാപിക്കാത്ത ബന്ധങ്ങൾ, ആവശ്യമില്ലാത്ത ശൈലികൾ, ദൈവത്തിന് നിരക്കാത്ത ബന്ധങ്ങൾ. ഇന്ന് കർത്താവിനോട് പറയണം, കർത്താവേ, ഞാൻ ഏറ്റുപറഞ്ഞ് നിന്റെ സന്നിധിയിലേക്ക് ഞാൻ ഓടി വരുന്നു. അതിനുള്ള ദിവസമാണിന്ന്. ശുദ്ധീകരണം. ഇന്ന് കർത്താവിന് ഏറ്റവും കൂടുതൽ തൻ്റെ ജനത്തെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരൊറ്റ കാര്യം, കോവിഡിനെ കുറിച്ചുള്ള കാര്യം ദൈവം ഏറ്റു. നിങ്ങൾ അതിനെക്കുറിച്ച് വറി ചെയ്യണ്ട, അതിനെക്കുറിച്ച് വിഷമിക്കണ്ട, അതിനെക്കുറിച്ച് എന്ത് ചെയ്യണമെന്നുള്ള ദൈവത്തിനറിയാം. നാം ചെയ്യേണ്ട ഒരൊറ്റ കാര്യം, ഇന്ന് നമ്മെ തന്നെ ശുദ്ധീകരിക്കുക. നാളെ ബിസിനസ് എന്താകും എന്ന് വിഷമിക്കുന്നവരുണ്ടായിരിക്കും. നാളെ എൻ്റെ വിദ്യാഭ്യാസം എന്തായി തീരും എന്ന് വിഷമിക്കുന്നവരുണ്ടായിരിക്കും. അതൊക്കെ കാര്യമായ കാരണങ്ങളായിരിക്കാം. എന്നാൽ ഇന്ന് ദൈവത്തിന് എന്നോടും നിങ്ങളോടും പറയാനുള്ള കാര്യം ഒന്ന് മാത്രം, നമ്മെ തന്നെ ശുദ്ധീകരിക്കാനുള്ള സമയം. ബാക്കിയുള്ള കാര്യങ്ങൾ അവൻ ചെയ്യും. The rest he will do. നമുക്ക് നമ്മെ തന്നെ ശുദ്ധീകരിക്കാം. ഇന്ന് രാത്രിയിൽ വീടുകളിൽ പോകുന്നതിന് മുമ്പ് പാപങ്ങളെ ഓരോന്നോരോന്നായി കർത്താവിൻ്റെ സന്നിധിയിൽ ഏറ്റുപറയുമെങ്കിൽ ഇന്ന് അവൻ നമ്മെ കഴുകി ശുദ്ധീകരിച്ച് നമുക്ക് പുതിയ ജീവൻ നൽകുവാൻ അവൻ ആഗ്രഹിക്കുന്നു. മുമ്പോട്ടുള്ള വഴി ഏത് എന്നറിഞ്ഞുകൂടാ, എന്ത് സംഭവിക്കും എന്നറിഞ്ഞുകൂടാ. ചെയ്യാവുന്ന മൂന്നാമത്തെ കാര്യം, നമുക്ക് നമ്മെ തന്നെ ശുദ്ധീകരിക്കാം. 4, ശുദ്ധീകരണം മാത്രം പോരാ. 4-ാമത്തെ ചിന്ത, 3-ാമത്തെ വാക്യത്തിലേക്ക് തിരിയാം. 3-ാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം, നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നിയമപ്പെട്ടകത്തെയും അതിനെ ചുമക്കുന്ന ലേവ്യരായ പുരോഹിതന്മാരെയും നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ സ്ഥലം വിട്ട് പുറപ്പെട്ട് അതിൻ്റെ പിന്നാലെ ചെല്ലണം. ഏതിൻ്റെ പിന്നാലെയാ? പുരോഹിതന്മാർ നിയമപ്പെട്ടകം പൊക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ അതിൻ്റെ പിന്നാലെ ചെല്ലണം. ഈ ദൈവത്തിന്റെ പെട്ടകത്തിന്റെ പ്രത്യേകത എന്താണ് പ്രിയമുള്ളവരെ? ദൈവത്തിന്റെ പെട്ടകം പഴയ നിയമത്തിൽ ദൈവ സാന്നിധ്യത്തെ കുറിക്കുന്നതാണ്. The presence of God was the ark of the covenant. അപ്പോൾ യോശുവയുടെ യഹോവ എന്ന് പറയുകയാണ്, നിങ്ങൾ അനങ്ങരുത്, പക്ഷെങ്കിൽ യഹോവയുടെ പെട്ടകം നീങ്ങുന്നത് നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ സ്ഥലത്തിൽ നിന്ന് നിങ്ങൾ എഴുന്നേറ്റ് അതിൻ്റെ പിന്നാലെ പോകണം. 4-ാമത്തെ ചിന്ത, pursue God's presence. ദൈവ സന്നിധിയായിരിക്കട്ടെ, ദൈവത്തിന്റെ സാന്നിധ്യമായിരിക്കട്ടെ നമ്മുടെ ഏക ലക്ഷ്യം. God's presence, ദൈവ സാന്നിധ്യം. എങ്ങോട്ടാ പോകണ്ടേന്ന് അറിയാത്തപ്പോൾ പലതിന്റെ പുറകിൽ പോകരുത്. എന്ത് ചെയ്യണമെന്നറിയാത്തപ്പോൾ വേറെ ഒന്നിന്റെ പുറകിലും പോകരുത്. ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, ചെയ്യേണ്ട ഒറ്റ കാര്യം, ദൈവ സാന്നിധ്യത്തിന്റെ പിന്നാലെ നമുക്ക് പോകാം. ലെറ്റ് us pursue God's presence. നിങ്ങൾ എങ്ങോട്ടും അനങ്ങരുത്. പെട്ടകം പോകുന്നത് നിങ്ങൾ കാണുമ്പോൾ അതിന്റെ പിന്നാലെ പൊക്കോണം. മരുഭൂമിയിലൂടെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എങ്ങനെയാ ഇസ്രായേൽ മക്കളെ ദൈവം നടത്തിയതെന്ന്? അന്ന് ഗൂഗിളില്ല, GPS ഇല്ല, ഒന്നുമില്ല. ഏത് വഴി എങ്ങോട്ട് തിരിയണമെന്ന് അവരെങ്ങനെ അറിയും? മരുഭൂമി, എങ്ങോട്ട് നോക്കിയാലും ഒരുപോലെ. എങ്ങനെ യാത്ര ചെയ്തു എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്? വചനം നമ്മെ വ്യക്തമായിട്ട് നമ്മളോട് പറയുന്നു, പകൽ അവൻ മേഘസ്തംഭമായി, a cloud by day, രാത്രി അഗ്നി തൂണായി. എന്ന് പറഞ്ഞാൽ എന്താണ്? രാവിലെ ഈ മേഘസ്തംഭം വലത്തോട്ട് തിരിഞ്ഞാൽ ഇസ്രായേൽ മക്കൾ മുഴുവനും വലത്തോട്ട് തിരിയും. ഈ മേഘസ്തംഭം ഇടത്തോട്ട് തിരിഞ്ഞാൽ ഇസ്രായേൽ മക്കൾ മുഴുവൻ ഇടത്തോട്ട് തിരിയും. മുന്നോട്ട് പോയാൽ മുന്നോട്ട് പോകും. ഇവർക്ക് ഒരൊറ്റ ജോലിയേ ഉള്ളൂ, എന്താണ്? മേഘം എങ്ങോട്ട് നീങ്ങുന്നോ അതിന്റെ പിന്നാലെ പോവുക. ഫോളോ ദ ക്ലൗഡ്. എവിടെ ദൈവ സാന്നിധ്യം പോകുന്നോ അതിന്റെ പിന്നാലെ പോകുക. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വേറെ പലതിൻ്റെ പുറകിൽ പോയിട്ടുണ്ട്, ഇല്ലയോ? വേറെ പലതും ആഗ്രഹിച്ച് പലതിൻ്റെയും പുറകിൽ പോയിട്ടുണ്ട്. എനിക്ക് നിങ്ങൾക്കും അറിയാം, ജീവിതത്തിൽ സന്തോഷത്തെ കെടുത്തിക്കളഞ്ഞ അനുഭവങ്ങളാണ് അതെല്ലാം. എന്നാൽ ദൈവ സാന്നിധ്യത്തിന്റെ പിന്നാലെ ഒന്ന് പോയിക്കേ. ദാവീദ് പറഞ്ഞ പോലെ അവന്റെ സാന്നിധ്യത്തിൽ, അവന്റെ സന്നിധാനത്തിൽ സന്തോഷത്തിന്റെ പരിപൂർണത, the fullness of joy. എന്തുകൊണ്ടാണ്? ദൈവ സാന്നിധ്യത്തിന്റെ പിന്നാലെ പോകുമെങ്കിൽ. ഇഫ് യു ആർ അണ്ടർ ദ പ്രസൻസ് ഓഫ് ഗോഡ്, യു ആർ ഇൻ ദ വിൽ ഓഫ് ഗോഡ്. ദൈവ സാന്നിധ്യത്തിലാണ് നാം നിൽക്കുന്നതെങ്കിൽ നാം ദൈവത്തിന്റെ ഹിതത്തിൽ തന്നെ ആയിരിക്കും. നമ്മുടെ വഴി തെറ്റത്തില്ല, തെറ്റാതെ നടത്തുന്നത് അവനാണ്. ഞാൻ ഏത് ജോലിക്ക് പോകണം, ഞാൻ ആരെ വിവാഹം കഴിക്കണം, ഞാൻ ഏത് ബിസിനസ് തുടങ്ങണം, എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഞാൻ എങ്ങനെ ആയിരിക്കണം, ഒറ്റ കാര്യം ചെയ്താൽ മതി, ദൈവ സാന്നിധ്യത്തിന്റെ പിന്നാലെ പോകുക. ദൈവ സാന്നിധ്യത്തിന്റെ പിന്നാലെ പോവുക. Pursue God's presence. ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ പിന്നാലെ മാത്രം പോകുക. അവിടാണ് ദിശ.
അതുകൊണ്ടാണ് ഭക്തനായ മോശ പറഞ്ഞത്, ദൈവം മോശയെ വിളിച്ചിട്ട് പറഞ്ഞു, മോശേ, ഞാൻ നിന്നെ കനാൻ ദേശത്തിലേക്ക് അയക്കുകയാണ്. ആ ദേശത്തിന്റെ പ്രത്യേകത എന്താണ്? പാലും തേനും ഒഴുകുന്ന ദേശം, പ്രോസ്പെറസ് ലാൻഡ്. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ചിന്തിക്കാവുന്ന ഏറ്റവും നല്ല സ്ഥലത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു. മൈഗ്രേറ്റ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സ്ഥലം ചിന്തിച്ചു. അതിനേക്കാട്ടിലും ബെറ്റർ ആയിട്ടുള്ള സ്ഥലമാണ് കനാൻ ദേശം. ദൈവം മോശയെ വിളിച്ചിട്ട് പറഞ്ഞു, മോശേ, ഞാൻ ഈ കനാൻ ദേശം നിനക്ക് വേണ്ടി തരാൻ പോവുകയാണ്. പക്ഷെ മോശയുടെ ഉത്തരം എന്താ? എനിക്കോ നിങ്ങൾക്കോ അതാ ദൈവം വന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ പറഞ്ഞേനെ, നമ്മൾ പിറ്റേ ദിവസം വന്ന് സാക്ഷിയൊക്കെ പറഞ്ഞേനെ, ദൈവം ഞങ്ങൾക്ക് വേണ്ടി വലിയ വാതിൽ തുറന്നു. ഒരിക്കലും ചിന്തിക്കാത്ത നിലയിൽ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ദൈവം വലിയ പുതിയ സ്ഥലം തുറന്നു. ഞങ്ങൾക്ക് വിസ കിട്ടി, ഞങ്ങൾക്ക് അത് കിട്ടി, ഇത് കിട്ടി. മോശയുടെ ഉത്തരം നിങ്ങൾ ശ്രദ്ധിച്ചോ? എന്താ മോശ പറഞ്ഞേ? കർത്താവേ, തിരുസാന്നിധ്യം പോകുന്നില്ല എങ്കിൽ ഞങ്ങളെ അങ്ങോട്ട് അയക്കരുതേ. ഭൃത്യന്റെ വാക്കുകളുടെ പ്രത്യേകത കണ്ടോ? കർത്താവ്, എത്ര നല്ല ദേശമായാലും ശരി, എത്ര പ്രോസ്പെറസ് ആയിട്ടുള്ള ലൊക്കേഷൻ ആയാലും ശരി, എത്ര നല്ല ജോലി ആയാലും ശരി, എത്ര നല്ല ഓപ്പർച്യൂണിറ്റി ആയാലും ശരി, കർത്താവ് നിന്റെ സാന്നിധ്യം ഇല്ല എങ്കിൽ മോശെ അങ്ങോട്ട് പോകത്തില്ല. നിന്റെ സാന്നിധ്യം പോകുന്നിടത്ത് മാത്രമേ ഞാൻ പോകത്തുള്ളൂ. പ്രിയമുള്ളവരെ, മുമ്പോട്ടുള്ള വഴി എന്താ എന്ന് അറിഞ്ഞുകൂടാ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഏതാ നല്ല വഴി എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ദൈവത്തോട് പറയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്, കർത്താവേ, നിന്റെ സാന്നിധ്യം പോകുന്നില്ല എങ്കിൽ ഞങ്ങളെ അങ്ങോട്ട് അയക്കരുതേ. ദൈവത്തിന്റെ സാന്നിധ്യത്തിലാണ് സന്തോഷത്തിന്റെ പരിപൂർണത. ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റിന്റെ പുറയിൽ പോകുന്നവനല്ല വിശ്വാസി, ദൈവ സാന്നിധ്യത്തിന്റെ പിന്നാലെ പോകുന്നവരാണ് യഥാർത്ഥ വിശ്വാസി. കാരണം ദൈവത്തിന്റെ സന്നിധിയിലാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ദിശയും, ഡിറക്ഷൻ ആൻഡ് ജോയ്, സന്തോഷത്തിന്റെ പരിപൂർണതയും നമുക്ക് ആവശ്യമായിട്ടുള്ള ഡിറക്ഷൻ എവിടാ കിട്ടുന്നത്? ദൈവസന്നിധിയിൽ. വഴിതെറ്റാതെ നടത്തുന്ന ദൈവം. പലരുടെയും കണക്കുകൂട്ടുകൾ തെറ്റിയ കാലമാണിത്, പലരുടെയും. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ദൈവസന്നിധിയിൽ, ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ കീഴിൽ വസിക്കുന്ന ദൈവവിശ്വാസി, ഒരു കാര്യം ഞാൻ പറയാം, നിന്നെ തെറ്റാതെ നടത്തുവാൻ അവൻ വിശ്വസ്തൻ. ഒരു സ്ഥലത്ത് പോലും നിന്നെ തെറ്റാതെ നടത്തുവാൻ അവൻ വിശ്വസ്തൻ. അതുകൊണ്ട് എന്താ? ദൈവ സാന്നിധ്യത്തിന്റെ പിന്നാലെ പോകാം. ലെറ്റ് us pursue God's presence. ഞാൻ ചോദിക്കട്ടെ, രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ ഭവനത്തിൽ ദൈവ സാന്നിധ്യം, ആർ വി ഹോസ്റ്റിംഗ് ഗോഡ്സ് പ്രസൻസ്? ദൈവ സാന്നിധ്യത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരാണോ നാം? രാത്രി ഉറങ്ങുമ്പോൾ ദൈവ സാന്നിധ്യത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരാണോ നാം? അപ്പനും അമ്മയും കുഞ്ഞുങ്ങളും കൈ ചേർത്ത് പിടിച്ച് കർത്താവിനോട് പറയോ, കർത്താവെ, നിന്റെ സാന്നിധ്യം ഞങ്ങളുടെ ഭവനത്തിൽ അനുഭവിക്കുവാൻ ഇന്ന് ഞങ്ങൾ ഞങ്ങളുടെ ഭവനത്തെ തുറക്കുന്നു. പ്രാർത്ഥിക്കുന്നുണ്ടോ? പലതും കൊണ്ട് നമ്മുടെ ഭവനങ്ങൾ നിറഞ്ഞിരിക്കുകയാണ്, പല ശബ്ദങ്ങൾ കൊണ്ട് നമ്മുടെ ഭവനം നിറഞ്ഞിരിക്കുകയാണ്. ദൈവ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുവാൻ ഇന്നൊന്ന് പ്രാർത്ഥിക്കാമോ? ദൈവ സാന്നിധ്യം ഓബേദ്-ഏദോമിന്റെ വീട്ടിൽ, ഈ പെട്ടകം ഓബേദ്-ഏദോമിന്റെ വീട്ടിൽ പോയ ചരിത്രം നിങ്ങൾക്കറിയാം. അവിടെ ചെന്നപ്പോൾ ദൈവം ഓബേദ്-ഏദോമിന്റെ ഗൃഹത്തെ മുഴുവൻ അനുഗ്രഹിച്ചു. കാരണം എന്താ? ഒറ്റ കാര്യമേ ഉള്ളൂ, ദൈവ സാന്നിധ്യം അവന്റെ ഭവനത്തിലുണ്ടായി. ഇന്ന് പ്രിയമുള്ളവരെ, നമുക്ക് അതും ഇതും ഒന്നും അല്ല വേണ്ടിയത്. നമുക്ക് വേണ്ടിയത് ഒരൊറ്റ കാര്യം, ദൈവത്തിന്റെ സാന്നിധ്യം, ദ പ്രസൻസ് ഓഫ് ഗോഡ്. ഇന്ന് മോശ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കണം. കർത്താവേ, എത്ര വലിയ അവസരമായാലും ശരി, എത്ര വലിയ ജോലി ആയാലും ശരി, എത്ര വലിയ ഓപ്പർച്യൂണിറ്റി ആയാലും ശരി, ഞങ്ങൾക്ക് വേണ്ടിയത് നിന്റെ സാന്നിധ്യമാ കർത്താവേ, വേറെ ഒന്നും ഞങ്ങൾക്ക് വേണ്ട. പ്രാർത്ഥിക്കാൻ സാധിക്കുമോ? ക്യാൻ യു പ്രേ? ഉള്ളു തുറന്ന് കർത്താവിനോട് പറയാൻ സാധിക്കുമോ? കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടിയത് നിന്റെ സാന്നിധ്യം, യോർ പ്രസൻസ് ഇസ് ഹെവൻ. അങ്ങനെ പ്രാർത്ഥിക്കുമെങ്കിൽ എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുവാൻ മതിയായതാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം. നാലാമത് ഞാൻ പറഞ്ഞു, pursue God's presence. മുന്നോട്ട് എന്ത് എന്നറിയാത്തപ്പോൾ ഒന്ന് ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ സമയത്തിനായിട്ട് കാത്തിരിക്കുക. 2, ഞാൻ പറഞ്ഞു, തിരിഞ്ഞു നോക്കി ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുക. 3, നമ്മെ തന്നെ വിശുദ്ധീകരിക്കുക. 4, ദൈവ സാന്നിധ്യത്തിന്റെ പിന്നാലെ പോകുക. pursue God's presence. 5, മൂന്നാമത്തെ വാക്യം ഞാൻ ഒന്നുകൂടെ വായിക്കട്ടെ. 5-ാമത്തെ കാര്യം, നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നിയമപ്പെട്ടകത്തെയും അതിനെ ചുമക്കുന്ന ലേവ്യരായ പുരോഹിതന്മാരെയും നിങ്ങൾ കാണുമ്പോൾ. അപ്പൊ ആരാണ് പെട്ടകത്തെ ചുമക്കേണ്ടത്? ലേവ്യരായ പുരോഹിതന്മാർ. ഇതിന്റെ പ്രസക്തി എന്താണ്? കുറച്ചുകൂടെ നമ്മൾ പുറകോട്ട് തിരിഞ്ഞാൽ ഇതിന്റെ പ്രസക്തി മനസ്സിലാകത്തുള്ളൂ. ദൈവം മോശയോട് ഒരു കാര്യം പറഞ്ഞു, അഹരോനും
പുരോഹിത അവന്റെ മക്കൾക്കും അവർക്ക് ലേവ്യർ, അതായത് ലേവി ഗോത്രത്തിലുള്ളവർക്കും അവർക്ക് മാത്രമേ ഈ പെട്ടകത്തെ ചുമക്കാൻ അനുവാദമുള്ളൂ. വ്യക്തമായിട്ട് പറഞ്ഞു. പഴയ നിയമത്തിലെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. എന്നിട്ട് പറഞ്ഞു, വേറൊരുവനും ഇതിന്റെ അടുക്കൽ പോകരുത്, ഇതിനെ തൊടുക പോലും ചെയ്യരുത്. ഇത് പുരോഹിതൻ, ലേവ്യരായ പുരോഹിതന്മാരുടെ ചുമലിൽ വഹിക്കേണ്ടതാണ് പെട്ടകം. യോശുവയുടെ പുസ്തകം 3-ാമത്തെ അധ്യായത്തിൽ ദൈവം വീണ്ടും പറയുകയാണ്, യോശുവേ, എൻ്റെ അന്നത്തെ പ്രമാണം ഉണ്ടല്ലോ, അത് ഇന്നും ഉണ്ട്, അത് മാറിയിട്ടില്ല. അന്ന് ഞാൻ പറഞ്ഞു പെട്ടകത്തെ ചുമക്കേണ്ടത് ലേവ്യരായ പുരോഹിതന്മാരാണ്. ഇന്നും അതിന് മാറ്റമൊന്നും വന്നിട്ടില്ല. 5-ാമത് നിങ്ങളുമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ പ്രമാണത്തിലേക്ക് നാം മടങ്ങി വരണം. വി ഹാവ് ടു ഫോളോ ഗോഡ്സ് പ്രിൻസിപ്പിൾസ്. അവന്റെ സാന്നിധ്യത്തിന് പിന്നാലെ പോയാൽ മാത്രം പോരാ, അവന്റെ പ്രമാണത്തിലേക്ക് ഒരു മടങ്ങി വരവ് ആവശ്യമാണ്. എന്താണ് ദൈവം യോശുവോട് പറയുന്നത്? യോശുവേ, കാലങ്ങൾ മാറി, പക്ഷെ എന്റെ പ്രമാണത്തിന് മാറ്റമൊന്നും വന്നിട്ടില്ല. കാലങ്ങൾ മാറി, മോശ മരിച്ചു, പക്ഷെ എന്റെ പ്രമാണത്തിന് മാറ്റം വന്നിട്ടില്ല. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം വേറെ ഒരു മിടുക്കനായ രാജാവ് ദാവീദ് ഓബേദ് ഏദോമിന്റെ വീട്ടിൽ ഈ പെട്ടകം കിടക്കുമ്പോൾ പറഞ്ഞു, നമുക്ക് എന്തിനാ ഈ പുരോഹിതന്മാരെ ബുദ്ധിമുട്ടിക്കുന്നത്? അവർ തോളയിലൊക്കെ കൊണ്ടുവന്നാൽ അവർക്ക് ബുദ്ധിമുട്ടല്ലേ? നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇതൊരു കാളവണ്ടിയുടെ മണ്ടയ്ക്ക് കയറ്റി ഇതിനെ ഇങ്ങ് കൊണ്ടുവരാം. നിങ്ങൾക്കറിയാം ഈ ഭാഗം ഇല്ലയോ? കാളവണ്ടിയുടെ മേൽ കയറ്റിയിട്ട് എങ്ങോട്ട് കൊണ്ടുവരാം? യെരുശലേമിലേക്ക് കൊണ്ടുവരാമെന്ന് അങ്ങ് തീരുമാനിച്ചു. ദൈവം പറഞ്ഞതാണ്, ഇത് പൊക്കുവാണെങ്കിൽ, ഇത് എടുക്കുവാണെങ്കിൽ പുരോഹിതൻ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ദാവീദ് പറഞ്ഞു, അതൊക്കെ പഴയ കാലം, ഇപ്പോൾ ചക്രം വന്നു, വണ്ടി വന്നു, നമുക്ക് ഈ കാളവണ്ടിയിൽ കൊണ്ടുവന്നാൽ എന്തിനാ ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നത്? വെറുതെ ബുദ്ധിമുട്ടിക്കണ്ടായല്ലോ. ആ കാളവണ്ടിയെ കൊണ്ടുവന്നപ്പോൾ ഉസ്സ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ കാളവണ്ടി ചെരിഞ്ഞു. കാളവണ്ടി ചെരിഞ്ഞപ്പോൾ പെട്ടെന്ന് പെട്ടകം താഴെ പോകുമോ എന്ന് ഭയം കൊണ്ട് ഈ പെട്ടകം ഒന്ന് താങ്ങിക്കൊടുത്തു. ഇല്ലയോ? എന്താ സംഭവിച്ചേ? ആ ദിവസം, ആ സെക്കൻഡ് പെട്ടകത്തിൽ തൊട്ട ഉസ്സ ഉയരത്തിൽ നിന്ന് ദൈവം അവനെ കൊന്നുകളഞ്ഞു എന്നാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾ ഓർക്കും, അയ്യോ ഇത് ഭയങ്കരനായി പോയല്ലോ, ഇത് ഭയങ്കരമായി പോയല്ലോ. ശരിയാണ്, ഞാനും ചിന്തിച്ചു ഇത് ഭയങ്കരം തന്നെ ആയിപ്പോയല്ലോ. പക്ഷെ ദൈവം അന്ന് ദാവീദിനോട് പറയാൻ ആഗ്രഹിച്ചത്, ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനാണ് ദാവീദ്. ദാവീദ് ഒരുപാട് കോപിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. അവൻ സങ്കടപ്പെട്ടു. ദൈവം ദാവീദിനോട് പറയാൻ ആഗ്രഹിച്ച ഒരൊറ്റ കാര്യമുള്ളൂ, പ്രിയമുള്ളവരെ, കാലങ്ങൾ മാറി, പക്ഷെ എന്റെ പ്രമാണത്തിന് മാറ്റം വന്നിട്ടില്ല. ഞാൻ അന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നും അത് തന്നെ. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ആകാശവും ഭൂമിയും അഴിഞ്ഞു പോയാലും എന്റെ വാക്കുകൾ ഒരെണ്ണം പോലും മാറിപ്പോകത്തില്ല. നാം ജീവിക്കുന്ന കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്താ? പ്രാക്ടിക്കൽ ആകാൻ നമ്മെ എൻകറേജ് ചെയ്യുന്നവരല്ലേ? ലെറ്റ്സ് ബി പ്രാക്ടിക്കൽ. ഇതിനകത്തൊക്കെ എഴുതിയിരിക്കുന്ന പഴയ കാര്യങ്ങൾ, അതൊക്കെ നമുക്ക് ഇന്ന് വേണ്ട. അതൊക്കെ 2000 വർഷങ്ങൾക്ക് മുമ്പ്, 4000 വർഷങ്ങൾക്ക് മുമ്പ്, ഇതൊന്നും വലിയ വിഷയമല്ല. ലെറ്റ്സ് ബി പ്രാക്ടിക്കൽ. ഇന്നൊരു വിശ്വാസിയെ സംബന്ധിച്ചോളം അവൻ നേരിടുന്ന ഏറ്റവും വലിയ ശത്രു വിശ്വാസ ജീവിതത്തിൽ പ്രാഗ്മറ്റിസമാണ്, ഈ പ്രാക്ടിക്കാലിറ്റിയാണ്. സ്നേഹിതരെന്ന് പറയും, അതൊക്കെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങളല്ലേ, അതൊന്നും ഇപ്പം ആപ്ലിക്കബിൾ അല്ല. യഹോവ അതൊക്കെ പണ്ട് പറഞ്ഞു കാണും, ഇപ്പോൾ കാലങ്ങളൊക്കെ മാറി, ഇപ്പോൾ അതൊന്നും സാധ്യമല്ല. ലെറ്റ്സ് ബി പ്രാക്ടിക്കൽ. ഞാനൊരു കാര്യം പറയട്ടെ, ഇനി ഒരു 4000 വർഷം കഴിഞ്ഞാലും ദൈവം ഒരു കാര്യം തന്റെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു മാറ്റവും സംഭവിക്കത്തില്ല. അവൻ തെറ്റ് എന്ന് പറയുന്നത് എന്നും തെറ്റും, അവൻ ശരി എന്ന് പറയുന്നത് എന്നും ശരിയുമായിരിക്കും. What God calls sin will be sin even after 10,000 years. ഇനി ഒരു 10,000 വർഷങ്ങൾ കഴിഞ്ഞാലും ദൈവം തെറ്റ് എന്ന് വിളിക്കുന്നത് തെറ്റ് തന്നെ ആയിരിക്കും. അത് ശരിയാക്കുവാൻ ഒരു മനുഷ്യനും ഒക്കത്തില്ല. God decides what is right, God decides what is wrong. തെറ്റേതാണ് ശരി ഏതാണെന്ന് ആരാ തീരുമാനിക്കുന്നത്? യോശുവേ നീയല്ല, ദാവീദേ നീയല്ല, ദൈവമാണ് തീരുമാനിക്കുന്നത് ഏതാണ് തെറ്റ് ഏതാണ് ശരി. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ കൺവീനിയൻസിന് വേണ്ടി ജീവിതത്തിലെ ചില കാര്യങ്ങൾ നാം ഒന്ന് ഡീവിയേറ്റ് ചെയ്ത് പോയിട്ടില്ലേ അവന്റെ വചനത്തിൽ നിന്ന്? നമ്മുടെ സൗകര്യത്തിന് വേണ്ടി ദൈവം പറഞ്ഞ ചില കാര്യങ്ങളിൽ നിന്ന് നാം വ്യതിചലിച്ചിട്ടില്ലയോ? യോശുവയോട് ദൈവം വന്ന് പറയുന്നത്, നീ പ്രമാണത്തിലേക്ക് മടങ്ങി വരണം. യു ഹാവ് ടു കം ബാക്ക് ടു ഹിസ് പ്രിൻസിപ്പിൾസ്. ദൈവിക പ്രമാണത്തിലേക്ക് മടങ്ങി വരുവാൻ
ദൈവം നമ്മെ ഇന്ന് വിളിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവിക പ്രമാണത്തിൽ നിന്ന് വിട്ട് പോയിട്ടുണ്ടോ? നാം നമ്മോട് തന്നെ എന്തെങ്കിലുമൊക്കെ എക്സ്ക്യൂസ് പറഞ്ഞ് ചിലപ്പം പോയിട്ടുണ്ടായിരിക്കും. ഇന്ന് കർത്താവിന്റെ പ്രമാണത്തിലേക്ക് മടങ്ങി വരുവാൻ കർത്താവ് എന്നെയും നിങ്ങളെയും ക്ഷണിക്കുന്നു. ഹി ഈസ് ഇൻവൈറ്റിംഗ് us to come back to his principles. പലപ്പോഴും ചിലരൊക്കെ ടെലിവിഷനിൽ വന്ന് വലിയ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവർ വെരി ഫേമസ് പേഴ്സണാലിറ്റീസ് ഒക്കെ ആയിരിക്കും. അവർ വന്ന് വലിയ കാര്യങ്ങളൊക്കെ പറയും. ഇതൊക്കെ പഴയ കാലത്തെ കാര്യങ്ങളാണ്. ഇന്ന് ഇതിനൊന്നും പ്രസക്തിയില്ല. ഇന്ന് നമ്മൾ കാലത്തിനനുസരിച്ച് നാം മാറിക്കൊണ്ടിരിക്കണം. ഉണ്ട്, കോണ്ടെക്സ്ച്വലൈസേഷൻ ഒക്കെ ഉണ്ട്. പക്ഷെ ദൈവിക പ്രമാണത്തിന് യാതൊരു മാറ്റവും ഇല്ല. നമ്മുടെ കുടുംബ ജീവിതത്തിൽ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, നമ്മുടെ സഭയുമായിട്ടുള്ള ജീവിതത്തിൽ ഞാൻ ചോദിക്കട്ടെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ വ്യതിചാരങ്ങൾ നാം വരുത്തിയിട്ടുണ്ടോ? ദൈവിക പ്രമാണത്തിൽ നിന്ന് നാം ഇടത്തോട്ടോ വലത്തോട്ടോ മാറിയിട്ടുണ്ടോ? ഇന്ന് ദൈവത്തിന് എന്നോടും നിങ്ങളോടും പറയാനുള്ളത്, ഇന്ന് 2021 ആയിരിക്കാം, കോവിഡിന്റെ സിറ്റുവേഷൻ ആയിരിക്കാം, ചുറ്റുമുള്ള കാര്യങ്ങളെല്ലാം തകിടം പറഞ്ഞേക്കാം. പക്ഷെങ്കിൽ ദൈവത്തിന് എന്നോടും നിങ്ങളോടും പറയാനുള്ളത് ഒറ്റ കാര്യം, എൻ്റെ പ്രമാണം എന്നേക്കും നിലനിൽക്കുന്ന പ്രമാണം, അതിന് യാതൊരു മാറ്റവും സംഭവിക്കത്തില്ല. We need to get back to God's word. ദൈവ വചനത്തിലേക്ക് മടങ്ങി വരേണ്ടത് ആവശ്യമാണ്. ഇന്ന് നമ്മുടെ കാലം നാം ചുറ്റും നോക്കുമ്പോൾ, ഇന്നലെ വരെ തെറ്റ് എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി ശരി, ഇന്നലെ വരെ ദൈവം വെറുക്കുന്നു എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് ആളുകൾ പൊക്കിപ്പിടിച്ചോണ്ട് നടക്കുക. അങ്ങനെ ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. ദൈവം വെറുക്കുന്നു എന്ന് പറയുന്ന അതേ കാര്യങ്ങൾ തലയിൽ ഒരു വലിയ കിരീടമായി കൊണ്ടു നടക്കുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. പ്രിയമുള്ളവരെ, വിശ്വാസിയുടെ ജീവിതം വ്യത്യസ്തമായ ജീവിതമാണ്. വിശ്വാസിയെ സംബന്ധിച്ചോളം കാലങ്ങൾ മാറിയേക്കാം, അവസ്ഥകൾ മാറിയേക്കാം, ആളുകളുടെ ചിന്താഗതികൾ മാറിയേക്കാം. പക്ഷേ അവൻ ദൈവവചനത്തിൽ നിന്നും ദൈവിക പ്രമാണത്തിൽ നിന്നും അവൻ ഇടത്തോട്ടോ വലത്തോട്ടോ മാറാൻ അവന് അനുവാദമില്ല. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ആകാശവും ഭൂമിയും മാറിയാലും എൻ്റെ വചനങ്ങൾക്ക് യാതൊരു വ്യത്യാസവും വരത്തില്ല. ഇന്ന് ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ജീവിതത്തിൽ നാം ഇടത്തോട്ടോ വലത്തോട്ടോ തിരിഞ്ഞിട്ടുണ്ടോ ദൈവിക പ്രമാണത്തിൽ നിന്ന്? ഗോഡ് ഇസ് കോളിംഗ് us ബാക്ക്. ഒരു മടങ്ങി വരവിലേക്ക് കർത്താവ് എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുകയാണ്. എൻ്റെ സൗകര്യത്തിനനുസരിച്ചോ എൻ്റെ ചുറ്റുപാടുകൾ അനുസരിച്ചോ ദൈവിക വചനത്തെ വളച്ചൊടിക്കുവാൻ എനിക്ക് അനുവാദമില്ല പ്രിയമുള്ളവരെ. അത് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാൻ കർത്താവിനോട് ക്ഷമ ചോദിക്കണം. കർത്താവിനോട് പറയണം, കർത്താവേ, നിന്റെ വചനത്തിലേക്ക് ഞാൻ മടങ്ങി വരുന്നു. ഐ ആം കമ്മിങ് ബാക്ക് ടു യുവർ വേർഡ്. നിന്റെ വചനത്തിലേക്ക് ഞാൻ മടങ്ങി വരുന്നു. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ചില രീതികൾ, നമ്മുടെ ജീവിതത്തിലെ ചില സൗകര്യങ്ങൾ, നമ്മുടെ ബിസിനസ് ഇടപാടുകളിൽ നാം ചില കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ കാരണം ഒന്ന് മാത്രം. എന്താ? നമുക്ക് പ്രാക്ടിക്കലായേ ഒക്കത്തുള്ളൂ. ഇന്ന് ദൈവം എന്നെ നിങ്ങളെയും വിളിച്ചിരിക്കുന്നത് പ്രാക്ടിക്കൽ ആകാൻ വേണ്ടിയല്ല, സമ്പൂർണമായി അനുസരിക്കാൻ വേണ്ടിയാണ് ദൈവം എന്നെ നിങ്ങളെയും വിളിച്ചിരിക്കുന്നത്. പ്രാക്ടിക്കൽ ആകാൻ വേണ്ടിയല്ല, പക്ഷെ സമ്പൂർണമായി അനുസരിക്കാൻ. നാം പഴയ നിയമത്തിലേക്ക് നോക്കുമ്പോൾ കനാൻ ദേശം ദൈവം അവർക്ക് കൊടുത്തു. യോശുവയുടെ യോർദാനൊക്കെ കടന്ന് കനാൻ ദേശത്തിലേക്ക് കടന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ദൈവം യോശുവയോട് പറഞ്ഞൊരു കാര്യമാണ്, അവിടെ ചെല്ലുമ്പോൾ നീ അമോന്യരെയും ഹിവ്യരെയും ഒക്കെ ഉന്മൂലനാശം വരുത്തണം എന്ന് പറഞ്ഞാൽ അവരുടെ കൂടെ നീ സഖ്യം കൂടരുത് വ്യക്തമായി പറഞ്ഞു. പക്ഷെ ദൈവവചനം പഠിപ്പിക്കുന്ന എന്താ? ഇവര് പറഞ്ഞു ഇവരെ കൊല്ലേണ്ട കാര്യമില്ല, നമുക്ക് നമ്മുടെ ലാഭത്തിന് വേണ്ടി അവരെ അടിമകളാക്കിയേക്കാം. നല്ല കാര്യമല്ലയോ? ശരിയാണ്, ലോജിക്കലായിട്ട് തിങ്ക് ചെയ്താൽ നല്ല കാര്യമാണ്. എന്തിനാ അവരെ വെറുതെ കൊല്ലുന്നത്? നമുക്ക് അവരെ നമ്മുടെ അടിമകളാക്കാം. നമ്മുടെ ബിസിനസ്സിന് അതൊരു പ്രോഫിറ്റ് അല്ലേ? തീർച്ചയായിട്ടും വളരെ നല്ല കാര്യമാണ്. പക്ഷെ എന്താണ് ദൈവം പറഞ്ഞത്? ദൈവം പറഞ്ഞത് അവരുമായിട്ട് യാതൊരു ഇടപാടും നിനക്ക് അനുവാദമില്ല. ഇതേ ആളുകളാണ് അവരുടെ ജീവിതത്തിൽ വലിയ നാശനഷ്ടങ്ങളും അവരുടെ ജീവിതത്തിലെ വിശുദ്ധിക്ക് ഇടർച്ചയായി നിന്നത് ഇതേ ആളുകളാണ്. കാരണം എന്താ? ദൈവം നോ എന്ന് പറഞ്ഞത് അവർ പറഞ്ഞു നമുക്ക് ചില ലോജിക്കലാകാം, നമുക്ക് കുറച്ച് പ്രാക്ടിക്കലാകാം, ചില കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാലേ കാര്യം നടക്കത്തുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് അവരുടെ ജീവിതത്തിന്റെ, അവരുടെ വിശ്വാസത്തിന്റെ നാശത്തിലേക്ക് അത് നയിച്ചു. ഞാൻ ചോദിക്കട്ടെ പ്രിയമുള്ളവരെ, നമ്മുടെ യുക്തി കൊതുകുന്ന, നമ്മുടെ ജീവിതത്തിന് ലാഭകരമായ ദൈവം നോ എന്ന് പറഞ്ഞ ചില കാര്യങ്ങളെ നാം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നുണ്ടോ? ഇന്ന് ദൈവത്തോട് പറയണം, കർത്താവേ, നിന്റെ പ്രമാണത്തിലേക്ക് മടങ്ങി വരുവാൻ
എന്നെ നീ സഹായിക്കണം. നിന്റെ പ്രമാണത്തിലേക്ക്. ദൈവം തന്റെ പ്രമാണം തരുമ്പോൾ ഗോഡ്സ് കമാൻഡ്മെന്റ്സ് ആർ നോട്ട് ഫോർ ഡിബേറ്റ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വാദിക്കേണ്ട കാര്യമല്ല ദൈവത്തിന്റെ പ്രമാണം. ഇതിന്റെ ഒറ്റ റെസ്പോൺസ് എന്ന് പറയുന്നത് അനുസരണമാണ്. തർക്കിക്കാനുള്ളതല്ല ദൈവിക പ്രമാണം. ദൈവിക വചനം എന്ന് പറയുന്നത് തർക്ക വിഷയമല്ല. പിന്നെന്താണ്? ഇന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ എല്ലാവരും തർക്കിക്കുകയാണ് അല്ലേ? ഒരാൾ എഴുന്നേറ്റ് നിന്ന് ഫേസ്ബുക്കിലൂടെ ഒരു കാര്യം പറയും, പിന്നെ അതേ കാര്യത്തിന്റെ മറുപടി വേറൊരാള് പിന്നെ പിറ്റേ ദിവസം എഴുന്നേറ്റ് എന്ന് പറയും, പിന്നെ അതിനുള്ള മറുപടി വേറൊരാൾ പറയും. ഇങ്ങനെ മറുപടി പറഞ്ഞ മറുപടി. ദൈവവചനം മറുപടി പറയാനോ ഡിബേറ്റ് ചെയ്യേണ്ട കാര്യമേ അല്ല, അത് അനുസരിക്കേണ്ട കാര്യമാണ്. അതിനകത്ത് വേറെ തർക്കാവിഷയങ്ങളൊന്നുമില്ല. ദൈവം ഒരു കാര്യം പറഞ്ഞെങ്കിൽ ഇടത്തോട്ടോ വലത്തോട്ടോ നീങ്ങുവാൻ എനിക്കും നിങ്ങൾക്കും അവസരമില്ല. അപ്പൊ അഞ്ചാമത് ഞാൻ പറഞ്ഞു, ഫോളോ ഗോഡ്സ് പ്രിൻസിപ്പിൾസ്. ദൈവിക പ്രമാണങ്ങളുടെ പിറകിൽ നമുക്ക് പോകണം. അവന്റെ സാന്നിധ്യം ആയിരിക്കട്ടെ നമ്മുടെ വിഷയം. കർത്താവെ, നിന്റെ സാന്നിധ്യം പോകാത്തിടത്ത് എന്നെ അയക്കരുതേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമുക്ക് പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയമാണ്, കർത്താവെ, നിന്റെ പ്രമാണങ്ങളിലേക്ക് മടങ്ങി വരുവാൻ എന്നെ സഹായിക്കണമേ. അതിൽ നിന്ന് ഞാൻ ഇടത്തോട്ടോ വലത്തോട്ടോ പോയിട്ടുണ്ടെങ്കിൽ എന്നോട് നീ ക്ഷമിക്കണമേ കർത്താവേ. എന്നെ നീ കഴുകണമേ കർത്താവേ. നിന്റെ പ്രമാണത്തിലേക്ക് മടങ്ങി വരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആറാമത്തെ കാര്യം ഞാൻ പറയട്ടെ. ട്രസ്റ്റ് ഗോഡ്സ് വേർഡ് മോർ ദാൻ യുവർ ലോജിക്. ദൈവിക വചനം ഇതുമായിട്ട് ചേർത്ത് തന്നെ പറയാം. അഞ്ചാമത്തെ ചിന്തയുമായിട്ട് ചേർന്ന് തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ദൈവിക വചനമായിരിക്കട്ടെ നമ്മുടെ അടിസ്ഥാനം, നമ്മുടെ യുക്തി ആകരുത്. യുക്തിക്ക് വിപരീതമായ കാര്യങ്ങൾ ചിലപ്പോൾ ദൈവം പറയുമ്പോൾ അവന്റെ വചനം അനുസരിക്കുന്നതാകട്ടെ നമ്മുടെ റെസ്പോൺസ്. ഇതിനകത്ത് 13-ാമത്തെ വാക്യം, 3-ാമത്തെ അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: സർവഭൂമിയുടെ നാഥനായ യഹോവയുടെ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ ഉള്ളംകാൽ യോർദാനിലെ വെള്ളത്തിൽ ചവിട്ടുമ്പോൾ ഉടനെ യോർദാനിലെ വെള്ളം രണ്ടായി പിരിഞ്ഞിട്ട് മേൽ നിന്ന് ഒഴുകുന്ന വെള്ളം ചിറ പോലെ നിൽക്കും. എപ്പോഴാണ് യോർദാൻ പിളരാൻ പോകുന്നത്? പുരോഹിതന്മാരുടെ കാല് വെള്ളത്തിന്റെ മേൽ ചവിട്ടുമ്പോൾ യോർദാൻ രണ്ടായി പിളരും. എന്ന് പറഞ്ഞാൽ മാറി നിന്നിട്ട് പറയാ, ഇതൊന്ന് കുറച്ച് നീങ്ങി തുടങ്ങട്ടെ, ഒന്ന് പിളർന്ന് തുടങ്ങട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് കാലെടുത്ത് വെക്കാം. ദൈവം പറഞ്ഞത് തന്നെ, ആ യോർദാൻ പിരിയണമെങ്കിൽ വെള്ളത്തിന്റെ മേൽ പുരോഹിതന്റെ കാല് തൊടണം, ഇല്ലെങ്കിൽ വെള്ളം പിരിയത്തില്ല. എന്ന് പറഞ്ഞാൽ യുക്തിക്കനുസരിച്ച് ഇത് വിപരീതമാണെങ്കിലും ദൈവം പറയുന്നത് എന്താ? നീ അതൊന്ന് ചെയ്തേ, അത്ഭുതം നീ കാണും. ദൈവത്തിന്റെ അത്ഭുതം കാണണമെങ്കിൽ ആദ്യം വേണ്ടത് അനുസരണമാണ്, തർക്കമല്ല. You want to see the glory of God, the miracle of God, obedience is the criteria. ദൈവിക വെളിപ്പാടുകളും ദൈവിക അത്ഭുതങ്ങളും കാണണമെങ്കിൽ ഒരൊറ്റ കാര്യമേ ചെയ്താൽ മതി, അനുസരിക്കുക, ഒബേ. ഈ കാലഘട്ടത്തിൽ ഒരുപക്ഷെ ഇതുവരെ ചെയ്യാത്ത ചില കാര്യങ്ങൾ ദൈവം ചെയ്യാൻ എന്നോടും നിങ്ങളോടും പറയുമെങ്കിൽ കർത്താവിനോട് പറയണം, കർത്താവേ, എൻ്റെ യുക്തിക്ക് ഒതുങ്ങുന്നതല്ല, എങ്കിലും നീ പറഞ്ഞതുകൊണ്ട് ഞാൻ നിന്നെ അനുസരിക്കുന്നു. രാത്രി മുഴുവൻ അധ്വാനിച്ചു കർത്താവേ, എന്നാൽ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു, മീനൊന്നും കിട്ടിയില്ല. ആ പത്രോസിനോട് ദൈവം പറയുകയാണ്, നീ വലയെ ആഴത്തിലിറക്ക്. അപ്പൊ പത്രോസ് പറയാ, കർത്താവെ, ഞാൻ ചെയ്യേണ്ടതെല്ലാം ചെയ്തു, നീ പറയുന്നത് ഒന്നും യുക്തിക്ക് ഒതുങ്ങുന്ന കാര്യമല്ല, എങ്കിലും നിന്റെ വാക്കിനാൽ ഞാൻ വലയിറക്കുന്നു. എന്തുകൊണ്ടാ? നിന്റെ വാക്കിനാൽ വലയിറക്കുന്നു. ഇന്ന് കർത്താവ് എന്നോടും നിങ്ങളോടും ചില കാര്യങ്ങൾ പറഞ്ഞാൽ, ഇന്ന് ഈ മീറ്റിങ്ങിൽ വെച്ച് തന്നെ പറഞ്ഞാൽ, യുക്തി കൊണ്ട് ചിന്തിക്കരുത്, അത് ചെയ്യണോ ചെയ്യണ്ടായോ, വിളിക്കണോ വിളിക്കണ്ടായോ. ദൈവം ചിലപ്പോൾ ചിലരുമായിട്ടൊക്കെ നിരക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി തന്നിട്ടുണ്ടായിരിക്കും. ഞാൻ വിളിക്കണോ, അല്ലെ അവർ വിളിക്കാൻ വേണ്ടി കാത്തിരിക്കണോ? അങ്ങനത്തെ എന്തെങ്കിലും ഡിബേറ്റുമായിട്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് ആ യുക്തിക്ക് മുകളിൽ കർത്താവിനോടൊന്ന് പറഞ്ഞാട്ടെ, കർത്താവെ, ഞാൻ അനുസരിക്കാൻ പോവുകയാണ്, ഐ എം ഗോയിങ് ടു ഒബേ. അവിടെ അത്ഭുതം കാണും. അവിടാണ് അത്ഭുതം കാണുന്നത്. യു വോണ്ട് ടു സീ ദ ഗ്ലോറി ഓഫ് ഗോഡ്, യു ഹാവ് ടു ഒബേ. ദൈവിക ഇടപെടലുകൾ എവിടാണ് സംഭവിക്കുന്നത്? അനുസരണം. അവിടാണ്. എൻ്റെ യുക്തിക്കാതിരുന്ന അതായിരിക്കുമോ ഇതായിരിക്കുമോ അതിനെ വിലയിരുത്തുന്നത്, അതൊന്നും അല്ല ഇന്ന് ആവശ്യം. ദൈവം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുഴുവനായി അനുസരിക്കുവാൻ കർത്താവിൻ്റെ കയ്യിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. അവിടാണ് അത്ഭുതം. പ്രിയമുള്ളവരെ, ഞാൻ ചോദിക്കട്ടെ, നാം ഒരിക്കലും പോകാത്തൊരു വഴിയിലൂടെ നാം സഞ്ചരിക്കുകയാണ്. മുന്നോട്ട് എന്താണെന്ന് ഒരു പക്ഷേ നമുക്ക് അറിഞ്ഞുകൂടാ. കഴിഞ്ഞ വർഷം ഈ സമയമായപ്പോൾ നിങ്ങളുടെ കൺവെൻഷനൊക്കെ കഴിഞ്ഞ്
ഒരുപക്ഷെ അടുത്ത വർഷവും ഇതുപോലെ തന്നെ സ്റ്റേഡിയത്തിൽ കൂടാമെന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും പോയത്. അങ്ങനെ പലരും പല പദ്ധതികൾ. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച പോലെ അല്ല ഇപ്പോൾ നടക്കുന്നത്. അടുത്ത വർഷം എന്തായി തീരും അറിഞ്ഞുകൂടാ. ആർക്കറിയാം? ആർക്കും അറിഞ്ഞുകൂടാ. ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. അങ്ങനെ നാം ഒരിക്കലും സഞ്ചരിക്കാത്ത വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ദൈവത്തിന് നമ്മളോട് പറയാനുള്ള ചില കാര്യങ്ങൾ: ഒന്ന്, അവൻ്റെ സമയത്തിനായി കാത്തിരിക്കുക. രണ്ട്, കഴിഞ്ഞ കാലങ്ങളിൽ അവൻ നടത്തിയ വിധങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുക. പിറുപിറുപ്പിന്റെ ശബ്ദമല്ല പ്രിയമുള്ളവരെ, സ്തോത്രത്തിന്റെ ശബ്ദം നമ്മുടെ വീടുകളിൽ നിന്ന് ഉയരട്ടെ. മൂന്ന്, നമ്മെ തന്നെ ശുദ്ധീകരിക്കുക. നമ്മെ തന്നെ ശുദ്ധീകരിക്കുക. ദൈവം ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഇന്ന് ശുദ്ധീകരണ ദിവസമായി മാറട്ടെ. ഇന്ന് ശുദ്ധീകരണ ദിവസമായി മാറട്ടെ. നാല്, ശുദ്ധീകരണത്തിന് ശേഷം ദൈവ സാന്നിധ്യത്തിന്റെ പിന്നാലെ പോകാം. പലതിൻ്റെയും പുറകിൽ നമ്മൾ ഓടിയില്ലയോ? പലതിൻ്റെയും പുറകിൽ നാം ഓടിയെന്നും അധ്വാനിച്ചതും വെറുതെ ആയി എന്ന് തോന്നുന്നില്ലോ? ഇന്ന് ദൈവം പറയാണ്, എൻ്റെ സാന്നിധ്യത്തിന്റെ പിന്നാലെ വാ. എൻ്റെ സാന്നിധ്യം കൊണ്ട് ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കാം. മോശ പറഞ്ഞതുപോലെ, കർത്താവേ, എത്ര നല്ല ഓപ്പർച്യൂണിറ്റി ആണെങ്കിലും നിന്റെ സാന്നിധ്യം പോകുന്നില്ല എങ്കിൽ ഞങ്ങളെ അങ്ങോട്ട് അയക്കരുതേ എന്ന് പ്രാർത്ഥിക്കാമോ? അതാണ് ദൈവത്തിന്റെ സ്നേഹിതന്മാരുടെ പ്രത്യേകത. ഏതെങ്കിലും നല്ല ദാനം കിട്ടിക്കഴിഞ്ഞിട്ട് ദാതാവിനെ മറക്കുന്ന അനുഭവമല്ല. കർത്താവേ, എത്ര വലിയ ദാനമാണെങ്കിലും എത്ര വലിയ ഓപ്പർച്യൂണിറ്റി ആണെങ്കിലും നിന്റെ സാന്നിധ്യമില്ലാത്ത ഒരു അവസരം ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്നതാണ് ഒരു യഥാർത്ഥ വിശ്വാസി. അങ്ങനെയുള്ളവരെയാണ് ഇന്ന് ദൈവത്തിന് ആവശ്യം. ഏതെങ്കിലും ഒരു വലിയ അത്ഭുതത്തിന്റെ പുറകിൽ പോയി, അല്ലെങ്കിൽ കർത്താവെ എൻ്റെ കാര്യങ്ങളൊക്കെ നടത്തി തരുന്നു, അല്ലെങ്കിൽ പുതിയ വഴി തുറക്കുന്ന അനുഭവങ്ങൾ, ഈ അനുഭവങ്ങളൊക്കെ ദൈവം തരുമായിരിക്കാം. പക്ഷെ ആ അനുഭവത്തിലേക്കാട്ടിലൊക്കെ കർത്താവെ, നിന്റെ സാന്നിധ്യമില്ലാത്ത ഒരു നന്മയും എനിക്ക് വേണ്ട. അതുകൊണ്ടാണല്ലോ 16-ാമത്തെ സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, നീ ഒഴികെ എനിക്ക് ഒരു നന്മയും എനിക്കില്ല. പറയാൻ സാധിക്കുമോ? അത് മാത്രമല്ല, പ്രമാണത്തിലേക്ക് മടങ്ങി വരണം. We need to get back to God's principles. ദൈവിക പ്രമാണത്തിലേക്ക് മടങ്ങി വരുവാൻ ദൈവം നമുക്കൊരു അവസരം തന്നിരിക്കുകയാണ്. ഇടത്തോട്ടോ വലത്തോട്ടോ മാറുവാനോ ദൈവത്തിന്റെ വചനത്തിനെ ഒടിക്കുവാനോ വളയ്ക്കുവാനോ എനിക്ക് നിങ്ങൾക്കും അനുവാദമില്ല പ്രിയമുള്ളവർ. നമ്മുടെ സൗകര്യത്തിന് വേണ്ടി നമുക്കത് വളച്ചൊടിക്കുവാൻ നമുക്ക് അനുവാദമില്ല. ആറാമതായിട്ട് ഞാൻ പറഞ്ഞു, യുക്തിയല്ല, അനുസരണം. ഒബീഡിയൻസ്, നോട്ട് ലോജിക്. ദൈവിക പ്രമാണത്തിനനുസരിച്ച് നമുക്ക് നമ്മളെ തന്നെ വിധേയപ്പെടുത്തി കൊടുക്കാം. ഇങ്ങനെ ചെയ്താൽ എന്താണ് നാം കാണുന്നത്? 3-ാമത്തെ അധ്യായം തുടങ്ങുന്നത് എങ്ങനെയാ? എന്ത് ചെയ്യണമെന്നറിയാതെ, ഏത് വഴിയിലൂടെ പോകണമെന്നറിയാതെ അമ്പരപ്പെട്ട് നിൽക്കുന്ന യോശുവയും ഇസ്രായേൽ മക്കളും. അവസാനിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ അവസാനത്തെ വാക്യങ്ങളിൽ ഒന്ന് വായിച്ചോട്ടെ. 17-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു. 3-ാമത്തെ അധ്യായത്തിന്റെ അവസാനത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: യഹോവയുടെ നിയമപ്പെട്ടകം ചുമന്ന പുരോഹിതന്മാർ യോർദാന്റെ നടുവിൽ ഉണങ്ങിയ നിലത്ത് ഉറച്ചു നിന്നു. ഇസ്രായേൽ ജനമൊക്കെയും യോർദാൻ കടന്നു തീരുവോളം ഉണങ്ങിയ നിലത്തൂടെ തന്നെ നടന്ന് പോയി. എന്താണ് നാം അവിടെ കാണുന്നത്? വലിയ അത്ഭുതം. യോർദാൻ പിളർക്കുന്നു. ഉണങ്ങിയ നിലത്തൂടെ എല്ലാവരും, ഒരു മനുഷ്യൻ പോലും ബാക്കി ശേഷിച്ചില്ല. എല്ലാവരും അപ്പുറത്ത് കടന്നു. ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു നിർത്തുന്നതിന് മുമ്പ്. ഒരു കാര്യം കൂടെ, വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പോൾ ഇതേ സമയത്താണ് സാധാരണ മാരാമൺ കൺവെൻഷൻ നടക്കുന്നത്. മാരാമൺ കൺവെൻഷൻ ഈ മണപ്പുറത്തോട്ട് പോകുന്നതിന് മുമ്പ് അവിടെ ഒരു പാലമുണ്ട്. നിങ്ങൾ അവിടെ പോയിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞു. ഇവിടെ ഒരു ചെറിയൊരു പാലമുണ്ട്. അവിടെ സാധാരണ ഒരു 50,000-60,000 പേരൊക്കെയാണ് ആ സ്ഥലത്ത്, ആ മണപ്പുറത്ത് നിൽക്കുന്നത്. ഈ പാലം 50,000 പേര് കടക്കുന്നത് വരെ ഒരു മനുഷ്യൻ ആ പാലത്തിന്റെ നടുവിൽ നിൽക്കണമെങ്കിൽ എത്ര നേരം നിൽക്കണം? കുറച്ചേറെ നേരം നിൽക്കണം. 50,000 പേര് അപ്പുറത്ത് കടക്കണമെങ്കിൽ. ഒന്ന് നോക്കിയേ, യോർദാൻ കടക്കുകയാണ്. എത്ര പേരാ കടക്കുന്നത്? മിനിമം 20 ലക്ഷം പേര് അല്ലേ? മിനിമം 20 ലക്ഷം പേരാണ് കടക്കുന്നത്. ഈ 20 ലക്ഷം പേര് കടക്കുന്നത് വരെ ഇതിന്റെ നടുവിൽ പെട്ടകവും ചുമന്നുകൊണ്ട് പുരോഹിതന്മാർ നിൽക്കുക. ഞാനൊന്ന് ചിന്തിക്കട്ടെ, ഞാനോ നിങ്ങളോ വല്ലതും ആയിരുന്നെങ്കിൽ ഈ പെട്ടകം താഴോട്ട് വെച്ചേച്ച് പറഞ്ഞാൽ നീ വേറെ വല്ലവരും ഇത് പിടിക്കട്ടെ, കാല് കഴിക്കുന്നു. ഇവരെല്ലാം സുഖമായിട്ട് കൈയും വീശി നടന്ന് അപ്പുറത്ത് പോവാ. ഞാൻ ഈ പെട്ടകവും പിടിച്ചുകൊണ്ട് ഇവിടെ നിൽക്കുകയാണ്. എനിക്ക് തലവേദനിക്കുന്നു, ഞാൻ വെയിലത്ത് നിൽക്കുകയാണ്, എൻ്റെ കാല് കഴിക്കുന്നു, തോള് വേദനിക്കുന്നു. അതായിരിക്കും ഒരുപക്ഷെ പുരോഹിതന്മാരും അവരുടെ മനസ്സിലൂടെ പോയത്. അറിയത്തില്ല, ബൈബിളിൽ എഴുതിയിട്ടില്ല, ഞാനങ്ങ് പറയുന്നതേ ഉള്ളൂ.
പക്ഷെങ്കിൽ ഞാനൊരു കാര്യം പറയാം, ആ വില കൊടുക്കുകയാണ്. അവിടെ പുരോഹിതന്മാർ നിന്ന് വില കൊടുക്കുക. എന്തിനു വേണ്ടിയാ? ദൈവജനം അപ്പുറത്ത് കടക്കാൻ വേണ്ടി വില കൊടുക്കുകയാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചോളം, ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചോളം ദൈവിക ഹിതം അനുഭവിക്കണമെങ്കിൽ ഒരു വില കൊടുത്തേ ഒക്കത്തുള്ളൂ. എല്ലാം നേട്ടമല്ല ഇവിടെ. അതുകൊണ്ടാണല്ലോ യേശുക്രിസ്തു പറഞ്ഞത്, ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ തന്നെ താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്ന് പറഞ്ഞാൽ, എല്ലാം നല്ല കാര്യങ്ങളും എല്ലാം നമുക്ക് സമൃദ്ധി കൊണ്ടിരുന്നതും ഒന്നും ആകണമെന്നില്ല. ചില കാര്യങ്ങൾ നമുക്ക് നഷ്ടമായി വരും. എന്തിനു വേണ്ടിയാ? നാം ത്യാഗം സഹിക്കാൻ വേണ്ടി വിളിച്ചവരാണ്. അവന്റെ അനുഗ്രഹത്തിൽ മാത്രം പങ്കാളികളാകാനല്ല കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്, അവന്റെ കഷ്ടങ്ങളിലൂടെ നാം അവന് പങ്കാളികളാകുവാൻ. അപ്പോൾ ഒന്ന് ഓർത്തു നോക്കിയേ, ഈ പുരോഹിതന്മാർ ഈ പെട്ടകവും പിടിച്ചുകൊണ്ട് ഈ വിലയും കൊടുത്ത് അവിടെ നിൽക്കുമ്പോൾ ഒരു പക്ഷേ അവരുടെ മനസ്സ് മടുത്ത് കാണും, അവരുടെ കാല് കഴിച്ച് കാണും. പക്ഷെങ്കിൽ അവരുടെ മുഖത്തൊരു ചിരി വരുന്നത് എപ്പോഴാ? ഒരു ചെറുപ്പക്കാരൻ ഒരുപക്ഷെ ഓടിച്ചാടി അപ്പുറത്ത് കടന്നു കഴിയുമ്പോൾ അവിടെ നിന്ന് വീശി തിരിച്ച് കാണിച്ചു കാണും, ഞാനും ഇവിടെ എത്തിയേ. ഈ കൈ അങ്ങോട്ട് കാണുമ്പോൾ പുരോഹിതൻ ചിരിച്ചുകൊണ്ട് പറയും, കർത്താവേ, ഈ പെട്ടകവും ചുമന്നുകൊണ്ട് ഇവിടെ നിൽക്കുവാൻ നീ എനിക്ക് പദവി തന്നല്ലോ, ഭാഗ്യം തന്നല്ലോ, സ്തോത്രം. അതുകൊണ്ട് ഒരു മനുഷ്യനൂടെ അപ്പുറത്ത് കടന്നു. ഈ കോവിഡിന്റെ കാലഘട്ടത്തിൽ പ്രിയമുള്ളവരെ, ഞാനൊരു കാര്യം പറയാൻ പോവുകയാണ്. എങ്ങനെയെങ്കിലും കർത്താവെ ഞങ്ങളെ അങ്ങ് രക്ഷിക്കണേ, എൻ്റെ കുടുംബത്തെ കാക്കണേ, എൻ്റെ പട്ടയെ സൂക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ച് എങ്ങനെയും രക്ഷപ്പെടാൻ വേണ്ടി അല്ല ദൈവം നമ്മയും എന്നെയും നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നത്. പിന്നെ എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ദൈവം ആക്കി വെച്ചിരിക്കുന്നത് ഈ കാലഘട്ടത്തിൽ അനേകർക്കൊരു വെളിച്ചമായി തീരുവാൻ എന്നെയും നിങ്ങളെയും അവൻ വിളിച്ചിരിക്കുകയാണ്. ഇന്ന് ലോകത്തിന് ഉത്തരം മുട്ടി നിൽക്കുകയാണ്. ജീവിതത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് ആളുകൾക്ക് അറിയാത്ത കാലഘട്ടത്തിൽ എനിക്കും നിങ്ങൾക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റും. കാൽവറി കുരിശിലൂടെ ദൈവത്തിന് എനിക്കും നിങ്ങൾക്കുള്ള ഉദ്ദേശം പറഞ്ഞു കൊടുക്കാൻ ദൈവം എന്നെ ഒരു സൈൻ ബോർഡായിട്ട്, നിങ്ങളെ ഒരു സൈൻ ബോർഡായിട്ട് ഈ കാലഘട്ടത്തിൽ ഉയർത്തിയിരിക്കുകയാണ്. നമ്മുടെ ജീവിതം നമുക്ക് വേണ്ടി സ്വാർത്ഥമായി ജീവിച്ച് തീർക്കേണ്ടതൊന്നല്ല. പെട്ടകവും ചുമന്നുകൊണ്ട് ആ ഉണങ്ങിയ സ്ഥലത്ത് യോർദാന്റെ നടുവിൽ നിൽക്കേണ്ടത് എന്റെയും നിങ്ങളുടെയും വിളിയാണ്. കാരണം എന്താ? അനേകർ അപ്പുറത്ത് കടന്ന് കാണണം. പ്രിയമുള്ളവരെ, അതാണ് എന്റെയും നിങ്ങളുടെയും വിളി. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് മാൻ? എന്താണ് മനുഷ്യന്റെ ഉദ്ദേശം? ദൈവത്തെ അറിയുക, മറ്റുള്ളവരോട് ദൈവത്തെക്കുറിച്ച് പറയുകയാണ്, യേശു ക്രിസ്തുവിനോടുള്ള രക്ഷയെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുകയാണ്. അതാണ് എന്റെയും നിങ്ങളുടെയും വിളി. എങ്ങനെയെങ്കിലും നമ്മുടെ ജീവിതം കർത്താവ് ഈ കാലം കഴിയുന്നത് വരെ, രണ്ടുപേർക്കും എല്ലാവർക്കും വാക്സിനേഷനൊക്കെ കിട്ടുന്നവരെ ഞങ്ങളെ അങ്ങ് കാത്തു സൂക്ഷിക്കണമേ. അതുകൊണ്ട് വീടിനകത്തിരുന്ന് സൂക്ഷിക്കരുതെന്നല്ല ഞാൻ ഈ പറയുന്നത്. പക്ഷേ സ്വാർത്ഥമായി ചിന്തിക്കാനുള്ള സമയമല്ലത്. പിന്നെന്താണ്? അനേകരപ്പുറത്ത് കടന്ന് കാണുവാൻ ദൈവം നമുക്കൊരു ഭാഗ്യം തന്നിരിക്കുകയാണ്. ഞാൻ ഈ യൂത്ത് മിനിസ്ട്രിയുമായിട്ടുള്ള ബന്ധത്തിൽ ഒരുപാട് വർക്കിനകത്തൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ, ഈ കാലഘട്ടത്തിൽ ഈ കഴിഞ്ഞ 9 മാസം ആളുകളുടെ നെടുവീർപ്പും ആളുകളുടെ ബുദ്ധിമുട്ടും ആളുകളുടെ ഉള്ളിൽ നിന്നുള്ള ഈ ദൈവിക ആ ഒരു വെളിപ്പാട് അവർക്ക് ലഭിക്കുന്ന കാലഘട്ടം പോലെ ഒരു കാലഘട്ടം ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ ആയുസ്സിൽ ഞാൻ കണ്ടിട്ടില്ല. ആളുകൾ വിളിച്ചു ചോദിക്കുന്നു, ലോകം എങ്ങോട്ട്, ഞാൻ എങ്ങോട്ട്, എന്താണ് ഇതിൻ്റെയൊക്കെ ഉദ്ദേശം? അപ്പോൾ എനിക്ക് പറയാൻ ദൈവം ഒരു അവസരം തരികയാണ്, നിങ്ങൾക്ക് പറയാൻ ഒരു അവസരം തരികയാണ്. ക്രൂശിലോട്ടൊന്ന് നോക്കിയാട്ടെ, അവിടെ കാണാം ദൈവിക ഉദ്ദേശം. അത് പറഞ്ഞു കൊടുക്കുവാൻ ഒരു ചൂണ്ട് പലകയായിട്ടാണ് എന്നെയും നിങ്ങളെയും ദൈവം ഈ ലോകത്തിലാക്കി വെച്ചിരിക്കുന്നത്. അത് നാം ഏറ്റെടുത്തിട്ടുണ്ടോ? ആ ഡ്യൂട്ടി നാം ഏറ്റെടുത്തിട്ടുണ്ടോ? അതോ നാം കർത്താവേ എന്നെയും കാക്കണേ, എനിക്കുള്ളവരെയും കാക്കണേ, എങ്ങനെയെങ്കിലും ഈ കോവിഡ് കഴിയുന്നത് വരെ വലിയ പ്രശ്നം ഉണ്ടാകാതെ നിൽക്കണമേ, അതാണോ നമ്മുടെ പ്രാർത്ഥന? അതോ നാം ആ പെട്ടകവും ചുമന്നുകൊണ്ട് അവിടെ നിൽക്കുമോ? ദൈവവചനം പറയുന്നത്, യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചവർ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു എന്നാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. ആത്മീയ മരണത്തിൽ നിന്ന് ആത്മീയ ജീവനിലേക്ക് നയിക്കുവാൻ ഒരുവന് മാത്രമേ സാധിക്കത്തുള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. എനിക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുന്നത് പ്രിയമുള്ളവരെ? നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുന്നത് പ്രിയമുള്ളവരെ? ഒരു കൈ കൊണ്ട് മനുഷ്യന്റെ കൈയെ പിടിക്കുക, ഒരു കൈ കൊണ്ട് ദൈവത്തിന്റെ കൈയെ പിടിക്കുക. എന്നിട്ട് ക്രൂശിൽ ഇവരെ രണ്ടുപേരെയും കൂടെ ചേർക്കുവാൻ ദൈവം എനിക്കും നിങ്ങൾക്കും പദവി തന്നിരിക്കുകയാണ്. We are Christ ambassadors. വലിയ പദവി. ഈ വലിയ പദവി നിസ്സാരമായി കണക്കാക്കുകയാണോ നാം? അതോ വില കൊടുക്കാൻ തയ്യാറായിട്ടാണോ നിൽക്കുന്നത്? ഈ കാലഘട്ടത്തിൽ
ക്രൂശിലേക്ക് ചൂണ്ടുന്ന ഒരു ചൂണ്ടുപലകയാകുവാൻ കർത്താവേ നീ എന്നെ ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമോ? ആ പെട്ടകം എടുക്കുവാൻ തയ്യാറാണെങ്കിൽ, ദൈവത്തിന്റെ സാന്നിധ്യം വഹിക്കുവാൻ തയ്യാറാണെങ്കിൽ, എൻ്റെ ജീവിതത്തിലൂടെയും നിങ്ങളുടെ ജീവിതത്തിലൂടെയും യേശു കർത്താവ് തന്നെത്താനെ ഉയർത്തുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചം. ഞാൻ ഒരു കഥയും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഡേവിഡ് ലിവിങ്സ്റ്റൺ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിനെ കുറിച്ച് അറിയാത്തവരാരും ഈ കൂട്ടത്തിലില്ല. ആഫ്രിക്കയിൽ ഒരു മിഷണറി ഡോക്ടറായി പോയി കർത്താവിന് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്ത വ്യക്തിയാണ്. ഡേവിഡ് ലിവിങ്സ്റ്റനെ കുറിച്ച് പറഞ്ഞാൽ ഇന്നും നാഷണൽ ജിയോഗ്രാഫിക് ഉപയോഗിക്കുന്ന ആഫ്രിക്കയിലെ പല മാപ്പുകളും ഡേവിഡ് ലിവിങ്സ്റ്റൺ കൈകൊണ്ട് വരച്ചതാണ്. കാരണം അവിടെ സാറ്റലൈറ്റ് എത്തത്തില്ല. അതുകൊണ്ട് ഈ വനം കാരണം സാറ്റലൈറ്റിന് പിക്ചേഴ്സ് ഉണ്ടാക്കാനൊക്കത്തില്ല, മാപ്പ് അവർക്ക് അറിഞ്ഞുകൂടാ. ഇന്നും അവർ ഉപയോഗിക്കുന്ന പല മാപ്പുകളും ഡേവിഡ് ലിവിങ്സ്റ്റൺ തന്റെ കൈകൊണ്ട് വരച്ചതാണ്. ഒരു കോണ്ടിനെന്റ് മുഴുവൻ കർത്താവിന്റെ വെളിച്ചം, സുവിശേഷ വെളിച്ചം ആ കോണ്ടിനെന്റിൽ എത്താൻ, ആഫ്രിക്കയിൽ എത്താൻ കാരണക്കാരനായ ഒരുവനാണ് ഡേവിഡ് ലിവിങ്സ്റ്റൺ. എന്നാൽ ഡേവിഡ് ലിവിങ്സ്റ്റന്റെ ചരിത്രത്തെക്കുറിച്ച് അറിയാത്ത ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കട്ടെ. ഡേവിഡ് ലിവിങ്സ്റ്റൺ ഇംഗ്ലണ്ടിൽ ഒരു മെഡിക്കൽ കോളേജ് സ്റ്റുഡൻ്റായിട്ട് ഗ്രാജുവേറ്റ് ചെയ്തു. അന്നത്തെ കാലത്ത് അന്നും മെഡിക്കൽ ഗ്രാജുവേറ്റ് എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല, വലിയ പ്രയാസമാണ്. അദ്ദേഹം റാങ്ക് നമ്പർ 1 ആയിട്ടാണ്, 1ാം റാങ്കോടുകൂടാണ് പാസ് ഔട്ട് ആയത്. 1ാം റാങ്കോട്, 1ാമത്തെ റാങ്കോടെ പാസ് ഔട്ട് ആയി കഴിഞ്ഞപ്പോൾ അദ്ദേഹം തൻ്റെ സ്നേഹിതനോട് പറഞ്ഞു, ഞാൻ ഇനിയും ആഫ്രിക്കയിൽ ഒരു മിഷണറിയായി പോകുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു, ഡേവിഡ് എന്തിനാ അവിടെ പോകുന്നത്? അവിടെ പോയാൽ എന്തുകൊണ്ട്? അവിടെ നല്ല ഹോസ്പിറ്റലില്ല, ഉപയോഗിക്കാനുള്ള ഉപകരണങ്ങളില്ല. ഇത്രയും വലിയ ബ്രൈറ്റ് ആയിട്ടുള്ള സ്റ്റുഡൻറ് ആഫ്രിക്കയിൽ പോയി എന്ത് ചെയ്യും? അപ്പോൾ റാങ്ക് നമ്പർ 2 ആയിട്ടുള്ള ഡേവിഡ് ലിവിങ്സ്റ്റന്റെ അടുത്ത റാങ്കിൽ വന്ന ഒരു വ്യക്തി വന്ന് ഡേവിഡിനോട് പറഞ്ഞു. അദ്ദേഹം ഇച്ചിരി ഒരു അഹങ്കാരം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹം വന്ന് ഡേവിഡിനോട് പറഞ്ഞു, ഡേവിഡ് യു ആർ എ ഫൂൾ. നീ ഒരു മണ്ടനാ. യു ആർ എ ഫൂൾ. മുഖത്ത് നോക്കിയാ പറഞ്ഞു കേട്ടോ, യു ആർ എ ഫൂൾ. പിന്നെ ഡേവിഡ് ലിവിങ്സ്റ്റൺ പറഞ്ഞു, പക്ഷെ ഞാൻ ദൈവത്തോട് ഉടമ്പടി ചെയ്തതാണ്. ഐ ഹാവ് ടു ഗോ ടു ആഫ്രിക്ക. എനിക്ക് ആഫ്രിക്കയിൽ പോയാലേ ഒക്കത്തുള്ളൂ. അദ്ദേഹം ആഫ്രിക്കയിലേക്ക് വന്നു. പിന്നുള്ളതെല്ലാം ചരിത്രമാണ്, നിങ്ങൾക്കറിയാം. വൈദ്യസഹായം മാത്രമല്ല, അനേകർക്ക് കർത്താവിലുള്ള രക്ഷ ആ പ്രദേശത്ത് ഒരു വെളിച്ചമായി ഡേവിഡ് ലിവിങ്സ്റ്റൺ അവിടെ നിന്നു. അനേകർക്ക്, ആയിരങ്ങൾക്ക്. റാങ്ക് നമ്പർ 2 അവിടെ ഒരു ക്ലിനിക്കൊക്കെ ഇട്ട് വലിയ ഡോക്ടറായി, വലിയ സക്സസ്ഫുൾ ആയി ഇംഗ്ലണ്ടിൽ. ഡേവിഡ് ലിവിങ്സ്റ്റൺ ആഫ്രിക്കയിൽ വന്ന് തൻ്റെ ജീവിതം മുഴുവൻ കർത്താവിൻ്റെ വേല ചെയ്ത് അവിടെ മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരം വെസ്റ്റ്മിനിസ്റ്റർ ആബിയിൽ അടക്കുവാൻ വേണ്ടി കൊണ്ടുവരണം. ഇംഗ്ലണ്ടിൽ അവിടെയാണല്ലോ ഏറ്റവും വലിയ ഫേമസ് ആയിട്ടുള്ള ആളുകളെ അടക്കിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തെ കൊണ്ടുവരാൻ വേണ്ടി അവർ ആഫ്രിക്കയിൽ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ കറുത്ത വർഗ്ഗക്കാർ പറഞ്ഞു, തൊടാനൊക്കത്തില്ല, ഇത് ഞങ്ങളുടെ ആളാ, കൊണ്ടുപോകാനൊക്കത്തില്ല. അവസാനം എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞ് അവർ ഡേവിഡ് ലിവിങ്സ്റ്റന്റെ ഹാർട്ട് എടുത്ത് അവിടെ കുഴിച്ചിട്ടിട്ട് ശരീരം മാത്രം വിട്ടു. അപ്പോൾ വെസ്റ്റ്മിനിസ്റ്റർ ആബിയിൽ അദ്ദേഹത്തിനെ അടക്കുവാൻ വേണ്ടി ആ ശവമഞ്ചൽ വലിയ പ്രൊസഷനാണ്. ആയിരങ്ങൾ കൂടിയിരിക്കുന്നു. രാജാക്കന്മാർ, പ്രഭുക്കന്മാർ, ഇംഗ്ലണ്ടിലെ ഏറ്റവും വലിയ, ലോകത്തിലെ വലിയ വലിയ പ്രഭുക്കന്മാരാണ് അവിടെ കൂടി വന്നിരിക്കുന്നത്. കാരണം ഡേവിഡ് ലിവിങ്സ്റ്റനെ പോലെ ഇത്ര വലിയ മഹൽ വ്യക്തി മരണപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ശവമഞ്ചലുമായി ഒരു വലിയ പ്രൊസഷൻ നടക്കുന്നു. ആരും സംസാരിക്കുന്നില്ല. കാരണം എല്ലാവരുടെ മനസ്സിൽ കൂടെ പോകുന്ന ചിന്ത, ഇത്രയും വലിയ മനുഷ്യൻ തൻ്റെ ജീവിതത്തിലെ എല്ലാ സാധ്യതകളും ദൈവരാജ്യത്തിന് വേണ്ടി മാറ്റിവെച്ച് ആഫ്രിക്കയിൽ വെച്ച് മരിച്ചുകൊല്ലോ. ഇത്രയും വലിയൊരു മനുഷ്യന് മുമ്പിൽ എന്ത് പറയാനാ? ഒന്നും പറയാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് മിണ്ടാതെ എല്ലാവരും, ഈ ആയിരക്കണക്കിന് ആളുകൾ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പെട്ടെന്ന് ഒരു വലിയ ശബ്ദം, ഒരു മനുഷ്യൻ അലറിക്കൊണ്ട് വരികയാണ്, ഒരു ഭ്രാന്തനെ പോലെ അലറിക്കൊണ്ട് വരികയാണ് പിന്നിൽ. അവർ ശ്രദ്ധിച്ചു നോക്കി. അവർ കേട്ടത് എന്താണെന്നറിയാമോ? അവർ കേട്ടത് ഇതാണ്, ഈ വാക്കുകളാണ് കേട്ടത്. ഡേവിഡ്, യു ആർ നോ ഫൂൾ, ഐ ആം. ഡേവിഡ്, യു ആർ നോ ഫൂൾ, ഐ ആം. ഡേവിഡ്, നീയല്ല മണ്ടൻ, ഞാനാണ് മണ്ടൻ. സൂക്ഷിച്ചു നോക്കിയപ്പോൾ കണ്ടത് റാങ്ക് നമ്പർ 2 ആയിട്ട് ഡേവിഡ് ലിവിങ്സ്റ്റന്റെ സെക്കൻഡായിട്ട് വന്ന വ്യക്തി
ഡേവിഡ് ലിവിങ്സ്റ്റന്റെ ശവമഞ്ചലിന്റെ പുറകിൽ ഓടിക്കൊണ്ട് പറയാണ്, ഡേവിഡേ, നീ ചെയ്തതാ ശരി. നീ നിന്റെ ജീവിതം കർത്താവിന് വേണ്ടി ഉപയോഗിച്ചു. നീ നിന്റെ ജീവിതം കർത്താവിന് വേണ്ടി ഉപയോഗിച്ചത് അനേകരെ കർത്താവിനെ അറിഞ്ഞു. നിന്റെ ജീവിതം എത്ര സന്തുഷ്ടമായ, എത്ര മനോഹരമായ ജീവിതം. ഞാനിവിടെ നിന്ന് കുറെ കാശുണ്ടാക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ബിസിനസ്സൊക്കെ ഉണ്ടെങ്കിൽ ബിസിനസ് നടത്തണം. പക്ഷെങ്കിൽ ജീവിതം കർത്താവിന് വേണ്ടി ഉപയോഗിക്കുമോ? ആ തീരുമാനമായിരിക്കട്ടെ. ഇന്ന് കോവിഡിന്റെ കാലഘട്ടത്തിൽ മുന്നോട്ട് എന്താ എന്നറിയാത്തപ്പോൾ ദൈവത്തിന് എനിക്കും നിങ്ങൾക്കും വലിയൊരു നിയോഗമുണ്ട് പ്രിയമുള്ളവരെ. എന്താണ്? അനേകരെ അപ്പുറത്ത് കടത്തുവാൻ ദൈവം എനിക്കും നിങ്ങൾക്കും ഒരു അവസരം തന്നിരിക്കുകയാണ്. കർത്താവിനെ അറിയേണ്ടതുപോലെ അറിഞ്ഞിട്ടുണ്ടോ? അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാൻ നാം ബാധ്യസ്ഥരാണ്. പൗലോസ് പറഞ്ഞതുപോലെ, സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. Woe unto me. ഇന്ന് ഞാൻ ചോദിക്കട്ടെ പ്രിയമുള്ളവരെ, ആ വലിയ നിയോഗത്തിനോട് യെസ് പറയുമോ? ഒരുപക്ഷെ ഇവിടെ വന്നത് കുറച്ച് എൻകറേജിങ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ കേട്ടിട്ട് പോകാനായിരിക്കും. പക്ഷെ ഇന്ന് പരിശുദ്ധാത്മാവിന് എന്നോടും നിങ്ങളോടും പറയാനുള്ളത് ഒന്ന് മാത്രം. എനിക്കും നിങ്ങൾക്കും ദൈവത്തിനൊരു വലിയ നിയോഗമുണ്ട്. ഒരുപക്ഷെ നമ്മളൊരു വീട്ടമ്മയായിരിക്കാം, ഒരുപക്ഷെ നമ്മുടെ ഒരു ബിസിനസ്സുകാരനായിരിക്കാം, ഒരുപക്ഷെ നമ്മൾ കോളേജ് വിദ്യാർത്ഥിയായിരിക്കാം, ഒരുപക്ഷെ നമ്മളൊരു അധ്യാപികയായിരിക്കാം. പക്ഷെങ്കിൽ എവിടെ ആയിരിക്കുന്നോ കർത്താവിന് വേണ്ടി ഒരു ചൂണ്ടുപലകയാകാൻ പറ്റുമോ അനേകരെ അപ്പുറത്ത് കടത്തുവാൻ? അങ്ങനെയെങ്കിൽ മരിക്കുമ്പോൾ അനേകരപ്പുറത്ത് കടന്ന് കാണുവാനുള്ള ഭാഗ്യം എനിക്കും നിങ്ങൾക്കും ദൈവം തരും. എത്രയോ വലിയ ഭാഗ്യം. ഈ ശുശ്രൂഷ എന്ന് പറയുന്നത്, ദൈവിക ശുശ്രൂഷ എന്ന് പറയുന്നത് പലരും പല കാര്യങ്ങളാണ്, പല വിധത്തിലാണ് കാണുന്നത്. ചിലരത് മാന്യതയോടെ കാണുന്നു, ചിലർക്കത് പുച്ഛമാണ്, ചിലരതിനെ അവഗണിക്കുന്നു, ചിലർക്കിത് ഭാരമാണ്, ചിലർക്കിത് നിസ്സാരമാണ്, ചിലർ കളിയാക്കും. ഇങ്ങനെ പല അനുഭവങ്ങളാണ്. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, നിത്യതയുടെ വെളിച്ചത്തിൽ ഇതുപോലെ ഭാഗ്യമേറിയ ഒരു പദവിയുണ്ടോ? അനേകരെ കർത്താവിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം നമുക്ക് വലിയൊരവസരം തന്നിരിക്കുകയാണ്. ആ നിയോഗത്തിലേക്ക് ഉയരാൻ പറ്റുമോ പ്രിയമുള്ളവരെ? നമ്മുടെ ജീവിതം എത്രയുണ്ട്. ഇന്നൊരു ഒരു ടൈം സ്പാൻ പോലും പറയാനൊക്കാത്ത കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്ന കാലഘട്ടത്തിൽ കർത്താവിന് വേണ്ടി എരിഞ്ഞു ശോഭിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. മുമ്പോട്ടുള്ള വഴി ഏത് എന്നറിയാത്തപ്പോൾ എന്ത് ചെയ്യണം? പെട്ടെന്ന് ഇതൊന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. 6 കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെച്ചു. മുമ്പോട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ, അടുത്ത തിരിവ് എങ്ങോട്ടാണെന്ന് അറിയാത്തപ്പോൾ ചെയ്യേണ്ടിയ ഒന്നാമത്തെ കാര്യം ദൈവത്തോട് ഇന്ന് പറയണം, കർത്താവേ, നീ ചെയ്ത നിന്റെ വലിയ കൃപകൾക്ക് ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഇതുവരെ നീ നടത്തിയില്ലയോ? ഇനി മേലാൽ നീ ഞങ്ങളെ നടത്തും. ലോകാവസാനത്തോളം ഞങ്ങളോടുകൂടി ഇരിക്കാമെന്ന് പറഞ്ഞ നീയല്ലയോ? കർത്താവെ, നിന്നെ ഞങ്ങൾ സ്തുതിക്കും. 2, കർത്താവിന്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കണം. പ്രിയമുള്ളവരെ, ധൃതി പിടിക്കരുത്. 4 നാളായാലും നാറ്റം വമിച്ചാലും ഏതവസ്ഥയും മാറ്റുവാൻ എൻ്റെ കർത്താവ് ശക്തൻ തന്നെ. എത്ര വലിയ ദുരന്തത്തിലൂടെ കടന്നുപോയാലും അവസ്ഥയെ മാറ്റുവാൻ ദൈവത്തിന് സാധിക്കും. പക്ഷെങ്കിൽ അവന്റെ സമയത്തിനനുസരിച്ച് അത് ചെയ്യത്തുള്ളൂ. എന്റെയും നിങ്ങളുടെയും ടൈം ടേബിൾ അല്ല കർത്താവിന്റെ ടേബിൾ. അവന്റെ ടൈം ടേബിൾ തികച്ചും വ്യത്യസ്തം ആയ ടൈം ടേബിൾ. കർത്താവിനോട് പറയുക, കർത്താവ്, നിന്റെ സമയത്തിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കും. 3, നമ്മെ തന്നെ ശുദ്ധീകരിക്കുവാൻ ഈ സമയത്തെ ഉപയോഗിക്കാം. അടുത്ത പ്രാവശ്യം സാനിറ്റൈസർ എടുത്ത് ഉപയോഗിക്കുമ്പോൾ കർത്താവിനോട് പറയണം, കർത്താവെ, എൻ്റെ ഹൃദയം കൂടെ കഴുകുവാൻ നിന്റെ സന്നിധിയിലേക്ക് ഞാൻ കൊണ്ടുവരുന്നു. എൻ്റെ ജീവിതത്തിൽ വന്ന പിഴവുകൾ ഇന്നതൊക്കെ. കർത്താവെ, എൻ്റെ ബന്ധങ്ങളിൽ വന്ന പാകപ്പിഴകൾ ഇന്നതൊക്കെ. കർത്താവെ, എൻ്റെ ശീലങ്ങളിൽ വന്ന ബന്ധങ്ങൾ ഇതൊക്കെ തന്നെ. കർത്താവെ, ഞാൻ പോയ വഴികളിൽ പറ്റിയ തെറ്റുകൾ ഇതൊക്കെ ഒന്ന് പറയാൻ പറ്റുമോ കർത്താവിനോട്? ഏറ്റുപറഞ്ഞുപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. കർത്താവിനോട് പറയണം, കർത്താവ്, ഇന്ന് ഞാൻ ശുദ്ധീകരണം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു കാര്യം പോലും മറച്ചു വെക്കുവാൻ ഇന്ന് ദൈവം എന്നെയും നിങ്ങളെയും അനുവദിക്കരുത്. നാം എല്ലാം നമ്മുടെ ജീവിതത്തിൽ പാപത്തിന്റെ കറകൾ വന്ന് പുരളുന്നവരാണ് നാം. ഇന്ന് കർത്താവിനോട് പറയണം, കർത്താവെ, മുഴുവൻ ഞാൻ ഏറ്റുപറഞ്ഞ് ഇവിടുന്ന് പോകാൻ ആഗ്രഹിക്കുന്നു. അത് മാത്രം പോരാ, 4, അവന്റെ സാന്നിധ്യത്തിന്റെ പിന്നാലെ പോകാം. ലെറ്റ് us pursue his presence. അടുത്ത ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റിന്റെ പുറകിൽ പോകരുത് യൗവനക്കാരി. എന്നാൽ കർത്താവിനോട് പറയണം, കർത്താവ്, നിന്റെ സാന്നിധ്യം, അതിന്റെ പിന്നാലെ പോകുവാൻ ഞങ്ങളെ സഹായിക്കണം. തിരുസാന്നിധ്യം ഞങ്ങളോടുകൂടെ പോകുന്നില്ല എങ്കിൽ ഞങ്ങളെ എങ്ങോട്ടും അയക്കരുത് എന്ന് പറയാമോ?
നിന്റെ സാന്നിധ്യം പോകാത്ത ഏത് നല്ല ജോലിയായാലും ഏത് നല്ല സ്ഥലമായാലും കർത്താവ് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയാൻ സാധിക്കുമോ പ്രിയമുള്ളവരെ? അവന്റെ സന്നിധിയിൽ സന്തോഷത്തിന്റെ പരിപൂർണത. ഇറ്റ് ഈസ് ദ സേഫസ്റ്റ് പ്ലേസ് ഓൺ പ്ലാനറ്റ് എർത്ത് ടു ബി ഇൻ ദ വിൽ ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ഹിതത്തിന്റെ അകത്ത് നിൽക്കുന്നതാണ് ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ സ്ഥലം. വേറെ ഒന്നിനും അത് സുരക്ഷിതത്വം തരാൻ സാധിക്കത്തില്ല. ഇന്ന് ആ സന്നിധിയുടെ പിറകിൽ, ആ സാന്നിധ്യത്തിന്റെ പിറകിൽ നമുക്ക് പോകാം. 5, ദൈവിക പ്രമാണത്തിലേക്ക് മടങ്ങി വരുവാൻ ദൈവം നമുക്കൊരു അവസരം തന്നിരിക്കുകയാണ്. ദൈവിക പ്രമാണം, ടു റിട്ടേൺ ടു ഗോഡ്സ് പ്രിൻസിപ്പിൾസ്. ഇടത്തോട്ടോ വലത്തോട്ടോ മാറിയെങ്കിൽ ഇന്ന് കർത്താവിനോട് പറയണം, കർത്താവേ, നിന്റെ വചനത്തിലേക്കും നിന്റെ പ്രമാണത്തിലേക്കും ഞങ്ങൾ മടങ്ങി വരുന്നു. ഞങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ഞങ്ങൾ നിന്റെ വചനത്തെ വളച്ചൊടിച്ചിട്ടുണ്ട്, ക്ഷമിക്കണമേ. നീ തെറ്റ് എന്ന് പറഞ്ഞതിനെ തെറ്റായിട്ട് വിളിക്കാനും നീ ശരി എന്ന് പറഞ്ഞതിനെ ശരിയാണെന്ന് വിളിക്കുവാനും ഞങ്ങളെ നീ സഹായിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാമോ? അത് മാത്രമല്ല, ഞാൻ മുമ്പേ പറഞ്ഞു, യു ഹാവ് ടു ഗോ വിത്ത് ഗോഡ്സ് വേർഡ് അബവ് യുവർ ലോജിക്. ദൈവത്തിന്റെ വചനമായിരിക്കട്ടെ നമ്മുടെ ആധാരം, നമ്മുടെ യുക്തിയല്ല. അങ്ങനെയെങ്കിൽ വലിയ അത്ഭുതം ദൈവം നമുക്ക് വേണ്ടി ചെയ്യും. പക്ഷെങ്കിൽ ആ അത്ഭുതം കാണുമ്പോൾ ഓർത്തോണം, വലിയ വില കൊടുക്കണം. ആ പെട്ടകവും പിടിച്ചുകൊണ്ട് നാം നിൽക്കുമെങ്കിൽ പ്രിയമുള്ളവരെ, അനേകരെ അപ്പുറത്ത് കടത്തുവാൻ ദൈവം എനിക്കും നിങ്ങൾക്കും ഭാഗ്യം തരും. അത് കണ്ട് സന്തോഷിക്കുവാൻ എനിക്കും നിങ്ങൾക്കും ഭാഗ്യം തരും. ഞാൻ ചോദിക്കട്ടെ, ഈ നിത്യതയിലേക്ക് നാം കടക്കുമ്പോൾ ഈ നേടിയെടുത്തതിനൊക്കെ എന്തെങ്കിലും വിലയുണ്ടോ? ഇതൊക്കെ ആവശ്യമാണ് അല്ലെ? നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ജോലി ആവശ്യമാണ്, വീട് ആവശ്യമാണ്, കാർ ആവശ്യമാണ്, ബിസിനസ് ആവശ്യമാണ്, ഇതെല്ലാം ആവശ്യമാണ്. ഒന്നും വേണ്ടെന്നൊന്നും ആരും പറയുന്നില്ല, ബൈബിളും പറയുന്നില്ല. പക്ഷെങ്കിൽ നിത്യതയുടെ വെളിച്ചത്തിൽ ഈ ലോകത്തിലെ വിലയേറിയ കാര്യങ്ങൾക്ക് യാതൊരു വിലയുമില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? ഞാൻ ഇന്നലത്തെ പത്രം വായിച്ചപ്പോൾ കണ്ടത്, സ്വർണത്തിന് വില ചെറുതായിട്ട് കുറഞ്ഞതുകൊണ്ട് ഭയങ്കര കൺസംഷൻ വീണ്ടും തുടങ്ങി. അത് കുറച്ച് നാളത്തേക്ക് നിന്ന് കിടക്കുകയായിരുന്നു. നാം വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ നാം കാണുന്ന ഒരു കാര്യമാണ്, ഈ ലോകത്തിലെ സ്വർണമെല്ലാം സ്വർഗത്തിൽ തെരുവീതികളിലാണ് എന്ന് പറഞ്ഞാൽ റോഡിൽ കിടക്കുകയാണ്. നാം ഇപ്പൊ ലോക്കറി സൂക്ഷിച്ചിരിക്കുന്ന സാധനം സ്വർഗത്തിൽ ചെല്ലുമ്പോൾ റോഡിൽ കാണാം. അതാണ് ഇതിന്റെ വില. ദ ട്രഷർ ഇൻ എർത്ത് ഓൺ എർത്ത് ഇസ് ട്രാഷ് ഇൻ ഹെവൻ അല്ലേ? അവിടെ ചെല്ലുമ്പോൾ റോഡിൽ കിടക്കുകയാണ്. അത്രയുള്ളതിന്റെ വില എന്ന് പറഞ്ഞ് സ്വർണം വാങ്ങിക്കരുതെന്നല്ല ഞാൻ പറഞ്ഞു, വാങ്ങിക്കണം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷെങ്കിൽ ഇവിടെ വിലയേറിയായി കാണുന്ന പലതിനും അവിടെ വിലയില്ല. പിന്നെ എന്തിനാണ് അവിടെ വില? എനിക്ക് നിങ്ങൾക്കും ദൈവം തന്നിരിക്കുന്ന ഈ ചെറിയ ആയുസ് കർത്താവിന് വേണ്ടി ജീവിച്ച് മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുമെങ്കിൽ, ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, വി വിൽ നോട്ട് ബി ഫൂൾസ്. നാം മണ്ടന്മാരാകത്തില്ല. ഡേവിഡ് ലിവിങ്സ്റ്റനെ പോലെ ഓട്ടം ഓടി തികയ്ക്കുവാനും അവിടെ ചെല്ലുമ്പോൾ കർത്താവ് തലയാട്ടണ്ടേ? അതില്ലയോ നമ്മുടെ ഉദ്ദേശം? ലോകത്തിൽ എന്തെല്ലാം നേടിയാലും അവിടെ ചെല്ലുമ്പോൾ നിന്നെ ഞാൻ അറിയുന്നില്ല എന്ന് ദൈവം പറഞ്ഞാൽ എന്ത് വില? അവിടെ ചെല്ലുമ്പോൾ കേൾക്കണം, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള ആ ഒരു ശബ്ദം, ആ ഇമ്പകരമായ ശബ്ദത്തിന് വേണ്ടിയാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അതിന്റെ ഭാഗമായി നാം ജോലി ചെയ്യും, അതിന്റെ ഭാഗമായിട്ട് നമ്മൾ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യും, വീട് പണിയും, ഇതെല്ലാം ശരിയാണ്. പക്ഷെ നമ്മുടെ ജീവിതത്തിന്റെ ഉദ്ദേശം ഒന്ന് മാത്രം, അവിടെ ചെല്ലുമ്പോൾ ഇത് കേൾക്കണം. ഞാൻ ചോദിക്കട്ടെ, മുഴുവനായി കർത്താവിന്റെ സന്നിധിയിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് സമർപ്പിച്ചേച്ച് പോകണം. കർത്താവേ, ഏതെങ്കിലും മേഖലകളിൽ ശുദ്ധീകരണം പ്രാപിക്കണമെങ്കിൽ ഞാൻ ശുദ്ധീകരണം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നു. മുഴുവനായി നിന്റെ സന്നിധിയിൽ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. ഒരു ഭാഗം പോലും ഞാൻ മാറ്റിവെക്കുന്നില്ല കർത്താവേ, മുഴുവനും നിങ്കിലേക്കാകുവാൻ ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ കൺവെൻഷന്റെ 4ാമത്തെ ദിവസം കൊണ്ട് പ്രയോജനമുണ്ട്. ദൈവം പ്രസാദിക്കുന്ന ദിവസമായി ഇന്നത്തെ ദിവസം മാറും. അതുകൊണ്ട് ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു, ഞാൻ നിങ്ങളെ സ്നേഹത്തോടെ വെല്ലുവിളിക്കുന്നു. ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം കർത്താവിന് വേണ്ടി ഏത് വില കൊടുത്തും കർത്താവിന് വേണ്ടി ജീവിക്കാൻ തയ്യാറാണോ? അങ്ങനെയെങ്കിൽ അനേകർ മറുകര കടക്കുന്നത് കാണുവാൻ എനിക്കും നിങ്ങൾക്കും ദൈവം ഭാഗ്യം തരും.